സംശയഛേദാരം സച്ചിദാനന്ദവിഗ്രഹം സദാ സുസ്മേരവദനം ബാലകൃഷ്ണം നമാമ്യഹം. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. നാരായണം പദ്മഭുവം വസിഷ്ഠം ശക്തിം ച തത്പുത്രപരാശരം ച വ്യാസം ശുഗം ഗൗഡപദം മഹാന്തം ഗോവിന്ദയോഗീന്ദ്രമഥാസ്യ ശിഷ്യം ശ്രീശങ്കരാചാര്യമഥാസ്യ പദ്മപാദം ച ഹസ്താമലകം ച ശിഷ്യം തം തോടകം വാർത്തികകാരമന്യാൻ അസ്മദ്ഗുരൂൻ സന്തതമാനതോസ്മി. 48ാമത്തെ പദ്യം വരെയാണ് നമ്മൾ വായിച്ചു നിർത്തിയത് അല്ലേ? 48. ഇന്ന് വായിക്കാനുള്ളത് 49ാമത്തെ പദ്യമാണ്. തത്വാതീത തിമിർപ്പടങ്കി തർശലവും അത്തിൻ വരുത്തും അശയാത ശുദ്ധத்தை ஒன்றென்றால் நீ சற்றுளதாவை ஆதலினால் அன்றென்றதென்றே அறி. തത്വാതീത തിമിർപ്പടങ്കി, തത്വങ്ങൾക്കപ്പുറത്തുള്ളതാണ് അഹങ്കാരം. ഈ 36 തത്വങ്ങളെ കുറിച്ച് പറയുമ്പോൾ അത് അഹങ്കാരത്തിൻ്റെ താഴെ നിൽക്കുന്ന തത്വങ്ങളാണ്. ഇതിനെല്ലാം അതിക്രമിച്ച് നിൽക്കുന്നതാണ് അഹങ്കാരം. അപ്പോൾ തത്വ അതീതമാണ് തിമിർപ്പ്. തമിഴിൽ തിമിർ എന്ന് പറഞ്ഞാൽ അഹംഭാവമാണ്. അവനക്ക് തിമിർ ജാസ്തി എന്ന് തമിഴിൽ പറയും. തിമിർ എന്ന് പറഞ്ഞാൽ അഹങ്കാരം. തത്വങ്ങൾക്ക് അതീതമായ എന്ന് പറഞ്ഞാൽ തത്വങ്ങളുടെയും അപ്പുറത്ത് നിൽക്കുന്ന തിമിർപ്പ്, ഈ അഹങ്കാരം, ജീവഭാവം അടങ്ങി തർശലവും അത്തിൻ വരത്തും ഇൻറി അശയാത. ഈ അഹങ്കാരം ആത്മാവിൽ ലയിക്കുന്നു എന്നും പറയാൻ പറ്റില്ല. എന്തുകൊണ്ട്? അങ്ങനെ ഒന്നില്ല. യഥാർത്ഥത്തിന് ഇല്ലാത്ത ഒന്ന് എന്തിലാണ് ലയിക്കുക? അപ്പൊ ഈ പ്രധാനമായിട്ട് പറയുന്നത് ഈ 36 തത്വങ്ങളാണ് ശൈവ സിദ്ധാന്തത്തിൽ പറയുന്നത്. ആ 36 തത്വങ്ങൾക്കും അതീതമായ ജീവഭാവം, വ്യക്തിത്വം, അഹങ്കാരം ശുദ്ധമായ ആത്മസ്ഥിതിയിൽ ഇഴുകിച്ചേരുന്നു, ആ ആത്മാവുമായിട്ട് ഒന്നായി ചേരുന്നു എന്ന് പറയാൻ പറ്റില്ല. ഇനി ആത്മാവ് അഹങ്കാരം ഇല്ലാതാവുമ്പോൾ ഉദിക്കുന്നു എന്നും പറയാൻ പറ്റില്ല. അഹങ്കാരമായി പ്രകടമാകുന്നത് ആത്മാവാണ്. അപ്പൊ അത് അഹങ്കാര പ്രകടനത്തിലും അതുണ്ട്. ഈ ആത്മാവ് അഹങ്കാരമായി അനുഭവിക്കുമ്പോഴും അതുണ്ട്. പക്ഷെ നാം അതിനെ അഹങ്കാരമായി തെറ്റിദ്ധരിക്കുന്നു, അത്രയേ ഉള്ളൂ. ഈ തെറ്റിദ്ധാരണയാണ് കുഴപ്പം. നമ്മൾ അറിയുന്നത് ആത്മാവിനെ തന്നെയാണ്. അഹങ്കാരം എന്ന് പറയുന്നത് ആത്മപ്രകടനം തന്നെയാണ്. പക്ഷെ അത് ആത്മാവിൻ്റെ പ്രകടനമാണ് എന്ന് കാണുന്നതിന് പകരം അതിനെ ആത്മഭിന്നമായ ഒരു സ്വതന്ത്രമായ വ്യക്തി എന്ന് കരുതുന്നതാണ് അജ്ഞാനം. നമ്മൾ എന്തിനെ കണ്ടാലും ആത്മാവായിട്ട് കണ്ടാൽ ആ കാഴ്ചപ്പാട് വളരെ ശരിയാണ്, അതിൽ യാതൊരു തെറ്റുമില്ല. ആത്മാവല്ലാത്ത മറ്റൊന്നായി കാണുന്നതിനെയാണ് തെറ്റ്, അവിദ്യ, അജ്ഞാനം, അവിവേകം എന്നൊക്കെ പറഞ്ഞത്. യാതൊന്ന് കണ്ടത് കാണുന്നത് നാരായണ പ്രതിമ, യാതൊന്ന് കണ്ടതെന്നും അങ്ങനെയും പറയും. യാതൊന്ന് കണ്ടത് നാരായണ പ്രതിമ, കാണുന്നതൊക്കെ നാരായണന്റെ രൂപമാണ് എന്ന് കണ്ടാൽ അത് ശരിയായ കാഴ്ചപ്പാടാണ്. അതാണ് ജ്ഞാനവും. അപ്പോ ഈ ആത്മാവ്, അഹങ്കാരം ആത്മാവിൽ ലയിക്കുന്നു എന്ന് പറയുന്നതും ശരിയല്ല. ഇനി അഹങ്കാരം വിലയിക്കുമ്പോൾ ആത്മാവ് ഉദിക്കുന്നു എന്ന് പറയുന്നതും ശരിയല്ല. ആത്മാവിന് ഉദയോ അസ്തമയോ ഒന്നുമില്ല. അത് അധിഷ്ഠാനമാണ്, അഹങ്കാരത്തിന്റെ ആധാരമാണ് ഈ ആത്മാവ്. അതുള്ളത് കൊണ്ടാണ് അതിൽ അഹങ്കാരത്തിന് ഉദിച്ചസ്തമിക്കാൻ പറ്റുന്നത്. ഉദിച്ചസ്തമിക്കുന്നത് കള്ളം. ഏതിലാണോ ഈ ഇല്ലാത്ത അഹങ്കാരം ഉദിച്ചസ്തമിക്കുന്നത് അത് സത്യം. ഉദിച്ചസ്തമിക്കുന്നത് അധിഷ്ഠാനം തന്നെ എന്ന് മനസ്സിലാക്കിയാൽ അറിവായി. ഉദിച്ചസ്തമിക്കുന്നത് ഉദിക്കാതെ അസ്തമിക്കാതെ നിലകൊള്ളുന്ന ആത്മാവാണ് എന്ന് തിരിച്ചറിഞ്ഞാൽ അത് അറിവായി. തത്വാതീത തിമിർപ്പടങ്കി തർച്ചലവും അത്തിൻ വരത്തും. അഹങ്കാരം, ചെലവ് എന്ന് പറഞ്ഞാൽ അതിൽ ചെല്ലുക. അഹങ്കാരം ആത്മാവിൽ ചെന്ന് ലയിക്കുക എന്ന് പറയുന്നതും തെറ്റ്. അത്തിൻ വരത്തും എന്ന് പറഞ്ഞാൽ ആ ആത്മാവിന്റെ വരവ്. ഇല്ലാത്തത് വേണ്ട വരാൻ, ഉള്ളത് എന്തിനാ വരുന്നത്? അപ്പൊ ഈ അഹങ്കാരം അസ്തമിക്കുമ്പോൾ ആത്മാവ് ഉദിക്കും
എന്നൊക്കെ വിവരണങ്ങൾ ഉണ്ടെങ്കിലും അതൊന്നും ശരിയല്ല. ആത്മാവ് എപ്പോഴും ഉദിച്ചു നിൽക്കുന്ന സത്യമാണ്. ഈ അഹങ്കാരമാണ് ഇടയ്ക്ക് വരികയും പോവുകയും ചെയ്യുന്നത്. അത്തിൻ വരത്തും ഇന്ദ്രി അശയാത് നിശ്ചലമായ സത്യമാണ് ഈ ആത്മാവെന്ന് പറയുന്നത്. ശുദ്ധത്തെ ഒன்றென்றால் നീ ശറ്റ് ഉളതാവൈ. അത് സന്ധിയിൽ വന്നിട്ടാണ് ഒன்றென்றா നീ ശറ്റുളതാവൈ എന്നാവുന്നത്. ഒன்று என்றால் നീ ശറ്റ് ഉളത് ആവൈ. ഇനി ആ സത്യത്തെ ഏകം അദ്വൈത സത്യം എന്നൊരാൾ പറഞ്ഞാൽ അതും തെറ്റ്. അത് ഒന്നാണെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പക്ഷെ ഒന്നെന്ന് പറയുന്ന ആ പറച്ചിലുണ്ടല്ലോ, അത് തെറ്റാണെന്ന്. അതെന്താ? അത് ഒന്നാണെങ്കിൽ ഒന്ന് എന്ന് പറയുന്നതിൽ എന്താ തെറ്റ്? അത് ഒന്നാണ്, പക്ഷെ ഒന്നെന്ന് പറയുന്നത് തെറ്റാണ്. ഇത് ഏതുപോലെ? ഒരാൾക്ക് സംസാരശേഷിയില്ല, ഊമയാണ്. അയാൾ ഊമയാണ് എന്നുള്ളത് വാസ്തവമാണ്. ഞാൻ ഊമയാണെന്ന് അയാൾ പറഞ്ഞാലോ അത് ശരിയാവുമോ? അപ്പൊ അയാൾ ഊമയല്ല എന്നല്ലേ? അതല്ലേ, ഊമ സംസാരിക്കില്ലല്ലോ. അപ്പോ വാസ്തവികത ഒന്ന്, പക്ഷെ അതിനെ പറഞ്ഞാൽ പറച്ചിൽ കള്ളം. വാചോദിതം തദനൃതം. ഇതൊക്കെ ഉപനിഷത്തിന്റെ പ്രഖ്യാപനമാണ്. നിങ്ങൾ ഈ സത്യത്തെക്കുറിച്ച് വാ കൊണ്ട് എന്തെങ്കിലും മിണ്ടിയോ, ആ മിണ്ടല് കള്ളം. മിണ്ടാതിരുന്നാൽ അതിനെ വ്യാഖ്യാനിച്ചതിന് തുല്യം. ഇവിടെ പറയുന്നു നോക്കൂ, ഒன்றென்றால் അത് ഒന്നാണ് ആ ആത്മതത്വം എന്ന് പറഞ്ഞാൽ നീ ശറ്റ് ഉളത് ആവൈ. ഒന്ന് എന്ന് പറയാൻ ഒരാൾ വേണ്ടേ? അപ്പൊ ഒരു ജീവഭാവം ഒരു നിഴൽ രൂപത്തിലെങ്കിലും അവിടെ ബാക്കി നിൽക്കണ്ടേ? അതല്ലേ ഒന്ന് സത്യം ഏകമാണ് എന്ന് പറയുന്നത്. ഈ പറയുന്നയാൾ അതിൽ നിന്ന് മാറി നിന്നാലല്ലേ അത് ഒന്നാണ് എന്ന് പോലും പറയാൻ പറ്റൂ. അതുകൊണ്ടാണ് പറഞ്ഞത് ആ പറച്ചിൽ കള്ളമാണ്. ഉറങ്ങുന്ന ഒരാൾ ഞാൻ ഉറങ്ങുന്നു എന്ന് പറയൂ. ഉറങ്ങുന്നവൻ ഉറങ്ങുന്നു എന്ന് പറയില്ല. ഞാൻ നല്ല സുഖമായി ഉറങ്ങുന്നു എന്ന് പറഞ്ഞാൽ അയാൾ ഉറങ്ങുന്നില്ല എന്നാണ് അർത്ഥം. നമ്മൾ പണ്ട് തമാശയ്ക്ക് പറയും, ചില കുട്ടികൾ കള്ള ഉറക്കം നടിച്ച് കിടക്കും ഉറങ്ങിയതുപോലെ. അപ്പോൾ അച്ഛനും അമ്മയോ വന്ന് വിളിക്കുമ്പോൾ കണ്ണടച്ചോണ്ട് ഇങ്ങനെ കിടക്കും. ശരിക്കുള്ള ഉറക്കമല്ല, ഉറക്കം നടിക്കുകയാണ്. അപ്പോൾ പറയും, ഉറങ്ങുന്ന കുട്ടികൾ ഉറക്കത്തിൽ കാലാട്ടും എന്ന് പറയുമ്പോൾ ഈ കുട്ടി കാലാട്ടും. എന്തിനാണ്? ഉറങ്ങുന്നു എന്ന് അച്ഛനെയും അമ്മയെ വിശ്വസിപ്പിക്കാൻ വേണ്ടി. ഉറങ്ങുന്ന കുട്ടികൾ ശരിക്കും കാലാട്ടും എന്ന് പറയുമ്പോൾ കുട്ടി കാലാട്ടും. അതിൽ നിന്ന് തന്നെ ഈ അച്ഛനും അമ്മയ്ക്കോ മനസ്സിലാവില്ലേ ആ കുട്ടി ശരിക്കും ഉറങ്ങുകയല്ല എന്നുള്ള കാര്യം. ഇതുപോലെയാണ്. എന്തെങ്കിലും മിണ്ടിയാൽ അത് കള്ളം. ഒன்றென்றால் നീ ശറ്റ് ഉളതാവൈ. ഒന്നാണ് എന്ന് പറഞ്ഞാൽ ആ പറച്ചിലിന്റെ ആധാരം ജീവഭാവമാണ്. അത് ആത്മാവിൽ നിന്ന് വേറിട്ട് നിന്നാലേ ഈ പറയാൻ പറ്റും. അപ്പൊ നീയും ഉണ്ട് എന്നർത്ഥം. പറച്ചിൽ എന്ന് പറഞ്ഞാൽ പറച്ചിലുമുണ്ട്. ആ പറച്ചിൽ സത്യമാണ്, ആത്മാവ് ഏകമാണ്, അദ്വൈതമാണ് എന്നുള്ളത് ശരി തന്നെ. പക്ഷെ അത് പറയുന്ന ഒരുത്തനും കൂടെ വേണം. അപ്പൊ ദ്വൈതമായി. അപ്പൊ ദ്വൈതമായി പോയെന്ന്. നീ ശത്രു ഉളതാവായി. ഒരല്പമെങ്കിലും ഒരു നേരിയ അഹങ്കാരമെങ്കിലും അവിടെ ഉണ്ടെങ്കിലേ അത് മാത്രമേ ഉള്ളൂ എന്ന് പറയാൻ പറ്റൂ. യഥാർത്ഥത്തിൽ അത് മാത്രമായിരിക്കുന്ന അവസ്ഥയിൽ അത് മാത്രമേ ഉള്ളൂ എന്ന് പോലും പറയാൻ പറ്റില്ല. അതാണ് നീ ശത്രു ഉളതാവൈ. ആതലിനാൽ അതുകൊണ്ട് അன்றென்றதென்றே അറി. അറി എന്നത് അன்று என்றே. ആത്മാവിനെ അറിയൂ. തദ് വിജിജ്ഞാസസ്വ. ഉപനിഷത്താണ് ഇതൊക്കെ പറയുന്നത്. ആ സത്യത്തെ അറിയാൻ ആഗ്രഹിക്കൂ, അതിനെ അറിയുക തന്നെ വേണം, എന്നാലേ മനുഷ്യ ജീവിതം ധന്യധന്യമാവൂ എന്നൊക്കെ പറയുമ്പോഴും അതിനെ അറിയൂ എന്ന് പറയുമ്പോഴും അവരുദ്ദേശിക്കുന്നത് അതിനെ അറിവിന്റെ മണ്ഡലത്തിൽ കൊണ്ടുവന്ന് അറിയുക എന്നുള്ളതല്ല. ഈ അറിയുന്നവനെ അതിൽ വിലയിപ്പിക്കുക എന്ന്. അറിയുന്നവനെ വിലയിപ്പിച്ചിട്ട് നിന്നാൽ അതിനെ അറിയലായി. ഈ ഞാനിനെ വെച്ചുകൊണ്ട് ആത്മാവിനെ അറിയാൻ പറ്റില്ല, സാധ്യമല്ലാതെ. അല്പത്തിന് മഹത്തായതിനെ ഗ്രസിക്കാൻ സാധ്യമേ അല്ല. ഒരു കുമിളയ്ക്ക് കടൽ എന്താണെന്നുള്ളത് ഒരിക്കലും അറിയാൻ സാധ്യമല്ല. എങ്ങനെ അറിയും? കുമിള പരിമിതമാണ്. ഒരു ചെറിയ സ്ഥലത്ത് ഇങ്ങനെ വെള്ളത്തിൽ ഇങ്ങനെ പൊന്തി നിൽക്കുന്നതാണ്. അതിന് അപാരമായ കടലിന്റെ സ്വരൂപത്തെ എങ്ങനെ അറിയാൻ പറ്റും? പക്ഷേ കുമിളയ്ക്ക് കടലാകാം, അറിയാൻ പറ്റില്ലാത്തേ ഉള്ളൂ. കുമിള എങ്ങനെയാ കടലാകുന്നത്? പൊട്ടിയാൽ മതി. കുമിള പൊട്ടിയാൽ കുമിളയില്ല, കടൽ മാത്രമേ ഉള്ളൂ. ഇതുപോലെയാണ് അഹങ്കാരത്തിന് ആത്മാവിനെ ഒരിക്കലും അറിയാൻ സാധ്യമല്ല.
അഹങ്കാരമായി പ്രകടമാകുന്നത് ആത്മതത്വമാണ്. അപ്പോ ഈ പ്രകടനത്തിന് തൻ്റെ നാഥനെ ഒരിക്കലും അറിയാൻ പറ്റില്ല. പക്ഷേ ആ പ്രകടനം അടങ്ങിയാൽ അത് നാഥനായി ബാക്കി നിൽക്കും. അറി എന്നത് അன்று என்றே, അതിനെ അറിയൂ എന്നൊക്കെ ആചാര്യന്മാർ പറയുമ്പോഴും അവരുദ്ദേശിക്കുന്നത് മാറി നിന്നുള്ള അറിവല്ല. ഈ അഹങ്കാരത്തെ വെച്ചുകൊണ്ട് ഞാൻ ഒരു വസ്തുവിനെ അറിയുന്നത് പോലെ ഈ ആത്മാവിനെ തന്നിൽ നിന്ന് അന്യമാക്കിയിട്ട് ഞാൻ ആത്മാവിനെ അറിയുന്നു, അങ്ങനെയല്ല. ആത്മാവിനെ അറിയുക എന്ന് പറഞ്ഞാൽ അതായി തീരുക എന്നാണ് അർത്ഥം. അതായി തീർന്നാൽ അവിടെ വാസ്തവത്തിലെ അറിവ് സാധ്യമല്ല. അറിവ് എപ്പോഴും, നമ്മുടെ എല്ലാ അറിവുകളും ദ്വൈതമണ്ഡലത്തിലാണ്. അവിടെ അറിയുന്നവനും ഉണ്ടാവും, അറിയപ്പെടുന്നതും ഉണ്ടാവും. അതില്ലാത്ത ഒരു അനുഭവം മാത്രമേ നമുക്കുള്ളൂ, സുഷുപ്തിയിലെ അനുഭവം. അവിടെ ഞാൻ മാറി നിൽക്കുന്നില്ല, എന്നാലും സുഷുപ്തിയിൽ ഞാനുണ്ട്. എങ്ങനെ അറിയാം? ഉണർന്നെഴുന്നേറ്റ് വന്നതിന് ശേഷം ഓർമ്മിക്കുന്നു, ഞാൻ സുഖമായി ഉറങ്ങി, എൻ്റെ ഉറക്കത്തിൽ ഞാൻ സ്ഥിതി ചെയ്തിരുന്നു. ആ സ്മരണയിലൂടെ തൻ്റെ അസ്തിത്വത്തെ ഉണർന്നെഴുന്നേറ്റ് വരുന്ന ജീവൻ മനസ്സിലാക്കുന്നു, അനുഭവിക്കുന്നു. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു കുഴപ്പം പറ്റുന്നത് എന്ന് ചോദിച്ചാൽ, ഈ അഹങ്കാരം എന്ന് പറയുന്നത് ആത്മാവിൻ്റെ ശാശ്വതമായ പ്രകടനമാണ്. ആത്മാവ് എന്നും പ്രകടമായിട്ടുള്ളത് ഞാൻ എന്നുള്ള രീതിയിലാണ്. അല്ലാതെ അതിന് പ്രകടനം സാധ്യമല്ല. മാനിഫെസ്റ്റ് ചെയ്യുക നമ്മൾ ഇംഗ്ലീഷിൽ പറയും. അത് പ്രകടമാവുക എന്നും അഹങ്കാരം വ്യക്തിയായിട്ടാണ്. അപ്പോ ആ പ്രകടനം വസ്തുവിനെ പോലെ തന്നെ ശാശ്വതമാണ്. ഒരാളുടെ ഉള്ളിലെ അഹങ്കാരം ഉപശമിച്ചാൽ ഈ സത്യത്തിൽ നിന്നും മറ്റനേകം അഹന്തകൾ പൊന്തും ഭ്രമരൂപത്തിൽ. സത്യത്തിന് ദോഷമൊന്നുമില്ല. ഇപ്പൊ എൻ്റെ ഉള്ളിലെ ഞാൻ ഉപശമിച്ചത് കൊണ്ട് ബ്രഹ്മത്തിലുള്ള അഹങ്കാര പ്രകടനമൊക്കെ ഇല്ലാതെയാവും. അതങ്ങനെ ഇല്ലാതെയാവും? ഒരു കുമിള പൊട്ടി എന്ന് വിചാരിച്ച് സമുദ്രത്തിലുള്ള ബാക്കി എല്ലാ കുമിളകളും പൊട്ടുമോ? അതങ്ങനെ ശരിയാവും? അത് സാധ്യമല്ല. കുമിളകളായി പ്രകടമാവുക എന്നുള്ളത് കടലിൻ്റെ സ്വഭാവമാണ്. ഇതുപോലെ അഹങ്കാര രൂപത്തിൽ പ്രകടമാവുന്നത് ആത്മസ്വഭാവമാണ്. അതിൻ്റെ സ്വഭാവം അത് കാണിച്ചോട്ടെ. പക്ഷേ നാം ആ പ്രകടനമാണ് എന്ന് തെറ്റിദ്ധരിക്കരുത്. കടല് കുമിളയായി പ്രകടമായിക്കൊള്ളട്ടെ, അത് കടലിൻ്റെ ഒരു സ്വഭാവ വിശേഷം അല്ലെങ്കിൽ കടലിൻ്റെ ഒരു മഹത്വം എന്ന് നമുക്ക് അംഗീകരിക്കാം. പക്ഷേ അങ്ങനെ കടല് കുമിളയായി പ്രകടമാകുമ്പോൾ കടൽ തന്നെ കുമിളയാണെന്ന് വിചാരിച്ചാൽ അത് അബദ്ധം. എന്തുകൊണ്ട്? കടൽ കുമിളയേക്കാളും ഒക്കെ എത്രയോ വലുതാണ്, അനന്തവും അപാരവുമാണ്. അത് തന്നെ പരിമിതമായ ഒരു കുമിളയായി കരുതുന്നത് എത്ര അബദ്ധമോ അതുപോലെയാണ് നാം നമ്മെ അഹങ്കാരമായി മാത്രം പരിഗണിക്കുന്നത്, അങ്ങനെ സങ്കോചത്തെ പ്രാപിക്കുന്നത്. അത് ശരിയല്ല. അപ്പൊ ആത്മാവിന്റെ ശാശ്വത പ്രകടനമാണ് അഹങ്കാരം. എന്നാൽ അതേസമയം അത് ആത്മാവിൽ നിന്ന് വേറിട്ടതുമല്ല. ഏതുപോലെ? കടലിൽ കുമിളകൾ ഉണ്ടാകുമ്പോൾ ആ കുമിളകൾ ഉണ്ടാകുന്നത് കടലിന്റെ പ്രകടനം എന്ന് നമ്മൾ പറഞ്ഞു. ഇനി ഈ കുമിള എന്ന് പറയുന്നത് ഒരിക്കലും കടലിൽ നിന്ന് വേറിട്ടതല്ല. കടലിലെ ജലം തന്നെയാണ് കുമിളയിലെ ജലം. എന്താ വ്യത്യാസം? ഒരു ഗോളാകൃതിയുണ്ട്, ഉരുണ്ടിട്ടിങ്ങനെ ഇരിക്കും, ആ ആകൃതി കൈക്കൊള്ളുന്നു. പക്ഷെ വസ്തു എന്ത്? ജലം, കടൽ ജലം. അപ്പൊ വസ്തുതാപരമായി ഈ അഹങ്കാരം ബ്രഹ്മം തന്നെയാണ്. പക്ഷെ രൂപം എന്താണെന്ന് ആലോചിച്ചാൽ, രൂപത്തെ വെച്ച് നോക്കുമ്പോൾ അത് അധിഷ്ഠാനത്തിൽ നിന്നും വേറിട്ടതുമാണ്. ഇങ്ങനെ ഒരു കുഴപ്പം പിടിച്ച സാധനമാണ് ഈ അഹങ്കാരം. അഹങ്കാരത്തിലുള്ള സ്റ്റഫ് എന്ത്, അതിലുള്ള കഴമ്പ് എന്ത് എന്ന് ചിന്തിച്ചാൽ ആത്മാവാണ്, ബോധമാണ്. കാരണം ഞാൻ എന്നുള്ള അനുഭവമാണ് നമുക്കുള്ളത്. അപ്പോൾ അത് ആത്മാവ് തന്നെയാണ്. പക്ഷേ അത് ആത്മാവിൽ നിന്ന് വേറിട്ടതുമല്ല. ആത്മാവിന്റെ പ്രകടനവുമാണ് ഈ അഹങ്കാരം, എന്നാൽ അതിൽ നിന്ന് അഭിന്നവുമാണ്. അപ്പൊ എങ്ങനെ ഇതിനെ മനസ്സിലാക്കും? ഈ അഹങ്കാരത്തെ മാറ്റിയിട്ട് അഹങ്കാരമായി പ്രകടമാകുന്നത് ഏത് എന്ന് കണ്ടുപിടിക്കണം. എന്നാലേ ഈ ആത്മതത്വത്തിൽ നമുക്ക് ചെന്നെത്താൻ പറ്റും. അത് സൂക്ഷ്മമായി ബുദ്ധി കൊണ്ട് നേടേണ്ട ഒരറിവാണ്. മറ്റെല്ലാ അനുഭവങ്ങളും ഈ ഞാൻ എന്നുള്ള കേന്ദ്ര ബിന്ദുവിനെ ചുറ്റിപ്പറ്റിയാണ് നിൽക്കുന്നത്. നമ്മൾ എന്താ കണ്ടുപിടിക്കാൻ നോക്കുന്നത്? ഈ അഹങ്കാരത്തിൻ്റെയും അധിഷ്ഠാനം. അപ്പോൾ ബുദ്ധി എത്ര കണ്ട് സൂക്ഷ്മമാകണം. അപ്പോൾ ആത്മാവിൽ നിന്ന് ഭിന്നമല്ലാത്തതായതുകൊണ്ട് ഈ അഹങ്കാരത്തെ നീക്കാൻ പറ്റില്ല.
പിന്നെ എന്താണ് ഈ അഹങ്കാരനാശം എന്ന് പറയുന്നത്? ഞാൻ എന്നുള്ള ഭാവത്തെ ഉദിക്കാതെയാക്കുക എന്നല്ല. ഞാൻ ഉദിച്ചാലും ഇല്ലെങ്കിലും അതല്ല സത്യം, അത് വാസ്തവമല്ല. ബോധം, ആത്മാവാണ് യഥാർത്ഥത്തിലുള്ളത് എന്നുള്ള അറിവ് നേടുക. അതാണ് അഹങ്കാരനാശം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ ഈ ജ്ഞാനികളായവരുടെ ഉള്ളിലൊക്കെ ഞാനെന്നുള്ള ഭാവം ഉണ്ടല്ലോ, അവരൊക്കെ ഞാനെന്ന് പറയുന്നുണ്ടല്ലോ, ഉള്ളിൽ ആ ഭാവമില്ലാതെ ഞാനെന്ന് പറയാൻ പറ്റില്ലല്ലോ. പിന്നെ എന്താ നമ്മുടെ ഉള്ളിലെ ഞാനിനും അവരുടെ ഉള്ളിലെ ഞാനിനും വ്യത്യാസം? നമ്മുടെ ഉള്ളിലെ ഞാൻ നമുക്ക് പരമസത്യമായി അനുഭവപ്പെടുന്നു. അത് ആത്മാവിൻ്റെ പ്രകടനമാണെന്ന് നാം അറിയുന്നില്ല. ജ്ഞാനികൾ ഇതറിയുന്നു. ഈ അഹങ്കാരത്തിന് അവർ പ്രാധാന്യം കൽപ്പിക്കുന്നില്ല. അതവിടെ ഒരു നെഴൽ രൂപത്തിൽ ഇരുന്നോട്ടെ എന്ന് വിചാരിക്കുന്നു. ജീവബോധം ഒഴിയുന്നതോടെ ആനന്ദോദയമാകുന്നു. അത് തന്നെയല്ലേ? അത് 48 ശരി. ശരിയാ. തത്വങ്ങളെല്ലാം നേതി ചെയ്ത് കടന്നാൽ, നേതി ഉപനിഷത്തിന്റെ മാർഗമാണ്. ഇതല്ല എന്ന് പറഞ്ഞ് താനല്ലാത്തതിനെയൊക്കെ തന്നിൽ നിന്ന് അകറ്റുക ബുദ്ധി കൊണ്ട്. അത് സൂക്ഷ്മമായ ബുദ്ധി കൊണ്ട് ചെയ്യേണ്ട ഒരു പ്രവൃത്തിയാണ്. അങ്ങനെ നേതി ചെയ്ത് ഈ ദൃശ്യ മണ്ഡലത്തെ കടന്നാൽ അവിടെ നിന്റെ അഹങ്കാരം ശേഷിക്കുന്നതായി കാണാം. എപ്പോഴും അങ്ങനെയാണല്ലോ. ദ്രഷ്ടാവാണ് ദൃശ്യത്തെ നീക്കുന്നത്. ദൃശ്യങ്ങളൊക്കെ നീക്കം ചെയ്യപ്പെട്ടാലും നീക്കിയവൻ ദ്രഷ്ടാവ് ബാക്കിയുണ്ടാവും. അവിടെ ഈ ഞാനെന്നുള്ള ബോധം, അഹങ്കാരം ശേഷിക്കും. ആ അഹങ്കാരത്തെയും അരുൾ ദർശനത്തോടെ കടന്നാൽ നീ ശിവത്തെ പ്രാപിച്ചു എന്നും ആ ശിവം വന്ന് നിന്നെ പ്രാപിച്ചു എന്നും നിനക്ക് തോന്നും. ഈ അഹങ്കാരത്തെയും കടന്നു പോയാൽ ആത്മാവ് എന്നെ ഗ്രസിച്ചു എന്നോ അല്ലെങ്കിൽ ഞാൻ ആത്മാവിൽ ഒടുങ്ങി എന്നോ തോന്നും. രണ്ടും തെറ്റാണ്. ഈ ഞാൻ ചെന്ന് ആത്മാവിൽ ലയിക്കുന്നുമില്ല, അത് ഈ അഹങ്കാരത്തെ വിഴുങ്ങുന്നുമില്ല. അതാണ് യഥാർത്ഥത്തിലുള്ളത്. അഹങ്കാരം ഭ്രമരൂപത്തിൽ പൊന്തിയതാണ്. ആ അഹങ്കാരത്തിന്റെ മിഥ്യാത്വം ബോധ്യപ്പെടുന്നു. ആത്മാവ് അതായിട്ട് സ്വയം പ്രകാശകമായി അത് ബാക്കി നിൽക്കുന്നു. അപ്പൊ ഇവിടെ പറയുന്നത് നീ ശിവത്തെ പ്രാപിച്ചു എന്നും ആ ശിവം വന്ന് നിന്നെ പ്രാപിച്ചു എന്നും നിനക്ക് തോന്നുന്നതാണ്. നമ്മൾ ശിവത്തിൽ പരമാത്മാവിൽ ചെന്നെത്തിയെന്നോ അല്ലെങ്കിൽ പരമാത്മാവ് നമ്മിലേക്ക് ഇറങ്ങി വന്നു, എൻ്റെ ഉള്ളിൽ പ്രകാശിച്ചു എന്നും തോന്നും. ആ നിലയും ശരിയല്ല. ആ അവസ്ഥയും ആ അനുഭവവും ശരിയല്ല. ശിവം ചലനരഹിതവും പൂർണ്ണവുമാകയാൽ നീ ശിവത്തെ പ്രാപിച്ചു എന്നും ശിവം നിന്നെ പ്രാപിച്ചു എന്നും കരുതുവാൻ ഇടയില്ലല്ലോ. എന്തുകൊണ്ടാണ് അത് തെറ്റെന്ന് പറഞ്ഞത്? ശിവം ചലിക്കാത്തതാണ്. അതെങ്ങനെയാ നമ്മിലേക്ക് ഇറങ്ങി വരിക? അപ്പൊ നേരത്തെ അതവിടെ ഇല്ലായിരുന്നു, ഇപ്പൊ പുതിയതായിട്ട് ഇറങ്ങി വന്നതാണ്. അതുകൊണ്ടാണ് ശിവം നിന്നെ പ്രാപിച്ചു എന്ന് പറയുന്നത് ശരിയല്ല എന്ന് പറയുന്നത്. ഇനി ഞാൻ ശിവത്തെ പ്രാപിച്ചു എന്ന് പറയുന്നതും ശരിയല്ല. എന്തുകൊണ്ട്? ശിവത്തിലാണ് നമ്മുടെ നിൽപ്പ്. നമ്മൾ ഏതിലാണോ അടിയുറച്ച് നിൽക്കുന്നത് അതിനെ ചെന്ന് പ്രാപിക്കേണ്ട കാര്യമുണ്ടോ? ചുരുക്കം എന്താ? ഞാൻ അതാണെന്ന് അങ്ങ് മനസ്സിലാക്കിയാൽ മതി. ഇത്രയേ വേണ്ടൂ. നമ്മൾ അതിൽ ചെന്നുവെന്നോ അത് നമ്മളിലേക്ക് ഇറങ്ങി വന്നുവെന്നോ ഒന്നും വിചാരിക്കണ്ട. ഞാൻ അതാണ്, അഹം ബ്രഹ്മാസ്മി എന്നുള്ള ആ ബോധത്തിൽ ഉറച്ചു നിന്നാൽ മതി. അത് തന്നെയാണ് ശ്രേഷ്ഠമായ സ്ഥിതി. അപ്പോൾ ആ മനസ്ഥിതി വിട്ട് നീ അദ്വൈത ശിവമായി എന്ന് കരുതുവാൻ ഇടയാകുന്നുവെങ്കിൽ ആ നിലയും യഥാർത്ഥ മുക്തിയല്ല. ഈ മനസ്ഥിതിയെ വിട്ടിട്ട്, അതായത് ഞാൻ ആ സത്യത്തെ പ്രാപിച്ചുവെന്നോ ആ സത്യം എന്നെ പ്രാപിച്ചു എന്നുള്ള ചിന്തയെയും വിട്ടിട്ട് അദ്വൈത ശിവമായി ഞാൻ നിൽക്കുന്നു എന്ന് വിചാരിച്ചാൽ അതും തെറ്റെന്നാണ്. ഇവിടെയൊക്കെ സൂക്ഷ്മമായ ബുദ്ധിവൃത്തി ബാക്കി നിൽക്കും. ബുദ്ധിയുടെ മണ്ഡലത്തെ അതിക്രമിക്കണം. എന്നാലേ ആ കേവലമായ സത്യത്തിൽ നമുക്ക് ചെന്നെത്താൻ പറ്റൂ. അവിടെ ചെന്നെത്തിക്കഴിഞ്ഞാൽ പിന്നെ ഒരു മിണ്ടാട്ടവുമില്ല. നിശ്ചലതയാണ്, നിശബ്ദതയാണ്, വേറെ ഒന്നുമില്ല. അവിടെ പരമാനന്ദം മാത്രം. ആനന്ദം അനുഭവിക്കുന്ന വേളയിൽ ആരും ആ ആനന്ദത്തെ വർണ്ണിക്കാൻ ശ്രമിക്കാറില്ല. ഉണ്ടോ? അതിനെ അനുഭവിക്കുക, നുണയുക, ആസ്വദിക്കുക. വർണ്ണിച്ചാൽ ആ ആസ്വാദനം കുറയും. ഒരാൾ ജിലേബി കഴിച്ചുകൊണ്ട് തന്നെ അതിന്റെ മാധുര്യത്തെ വർണ്ണിക്കാൻ ശ്രമിച്ചാൽ അയാൾക്ക് വേണ്ടവണ്ണം അതിന്റെ മാധുര്യത്തെ ആസ്വദിക്കാൻ പറ്റില്ല. ആ തേൻ എന്താ, ഈ വണ്ട് തേൻ കുടിക്കുമ്പോഴെന്താ അതിന് മുമ്പ് വരെ ഇങ്ങനെ മൂളിക്കൊണ്ടിരിക്കും, വണ്ടിന്റെ മൂളൽ കേൾക്കും.
പക്ഷെ അത് പൂവിലേക്ക് വന്നിറങ്ങി ആ തേൻ നുകരാൻ തുടങ്ങുമ്പോൾ ശബ്ദമില്ല. ശബ്ദമില്ല എന്ന് പറഞ്ഞാൽ വണ്ട് അവിടെയുണ്ട്, അവൻ തേൻ ഉറിഞ്ചി കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതുപോലെ ആത്മാനന്ദം അനുഭവിക്കുന്നവൻ ഒന്നും മിണ്ടില്ല, മിണ്ടാനൊക്കില്ല. അതാണ് സത്യം. മിണ്ടിയാൽ ആ ആനന്ദം നഷ്ടമാകും. അതാണ്. അതിനെ വർണ്ണിക്കാൻ ശ്രമിക്കുമ്പോൾ ആ ആനന്ദത്തിൽ നിന്നും നാം താഴേക്ക് പോരും. ആ ആനന്ദത്തെ അനുഭവിക്കുമ്പോൾ വർണ്ണിക്കാൻ സാധ്യവുമല്ല. അപ്പോൾ ആ മനസ്ഥിതി വിട്ട് നീ അദ്വൈത ശിവമായി എന്ന് കരുതുവാൻ ഇടയാകുന്നുവെങ്കിൽ ആ നിലയും യഥാർത്ഥ മുക്തിയല്ല. എന്തെന്നാൽ അങ്ങനെ കരുതുന്ന നീ അല്പമായിട്ടെങ്കിലും വേറെ ഉള്ളതായി വരുന്നുവല്ലോ. ഞാനിപ്പോൾ ബ്രഹ്മമായി തീർന്നിരിക്കുന്നു എന്നൊരനുഭവം നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടായി എന്ന് വിചാരിക്കുക. അതും തെറ്റാണ്. ഞാൻ ബ്രഹ്മമായി, അപ്പോൾ ഞാനിന്റെ ഒരു ചെറിയ അംശം അവിടെ ഇല്ലേ? ഞാനിന്റെ അംശം ഉണ്ടെങ്കിൽ ബ്രഹ്മാനുഭവം പൂർണ്ണമായിട്ടില്ല. അപ്പോഴും അത് അദ്വൈതമായ സ്ഥിതിയല്ല. ഞാൻ ബ്രഹ്മമായി, ഞാൻ ആത്മാവാണ് എന്നൊരാൾ പറഞ്ഞാൽ താൻ അവിടെ ഉണ്ട്. ആ ഉള്ള ഞാൻ ആത്മാവാണ് എന്ന് പറയുന്നു. ആത്മാവിൽ ഞാൻ എന്നുള്ള ഭാവമേ ഇല്ലല്ലോ, പിന്നെ എങ്ങനെ ഇത് പറയാൻ പറ്റും? അപ്പൊ ഒന്നും മിണ്ടാതിരിക്കുക എന്നുള്ളതാണ്. ആ സത്യത്തെക്കുറിച്ച് യാതൊന്നും മിണ്ടാൻ പറ്റില്ല. മൗനം പരം സമ്മതം. പരമാത്മാവിനെ ഏറ്റവും നന്നായി വർണ്ണിക്കാൻ പറ്റുന്ന ഭാഷ മൗനത്തിന്റെ ഭാഷയാണ്. നിശബ്ദതയിലൂടെയാണ് ആത്മജ്ഞാനം പകർന്നു കൊടുക്കപ്പെടുന്നത്, വാക്കുകളിലൂടെ അല്ല. പലരും രമണ മഹർഷിയുടെ മുമ്പിൽ ചെന്നിരുന്നിട്ട് എന്തൊക്കെയോ ചോദിക്കണം എന്നൊക്കെയുള്ള ആഗ്രഹത്തോടു കൂടി വന്നിട്ട് ആ സാന്നിധ്യത്തിൽ വന്നിരിക്കുമ്പോൾ അവരുടെ സംശയങ്ങളെല്ലാം മൂടൽമഞ്ഞ് ഉരുകുന്നത് പോലെ ഉരുകി അപ്രത്യക്ഷമാവുകയാണ് ചെയ്തിട്ടുള്ളത്. അതെന്താ? സത്യമാണ് മുമ്പിലിരിക്കുന്നത്. പോൾ ബ്രണ്ടൻ പറഞ്ഞ ഓൾ മൈ ഡൗട്ട്സ് മെൽറ്റഡ് അവേ എന്നാണ്. ഒരുപാട് സംശയങ്ങളുമായിട്ടാണ് രമണ മഹർഷിയെ കാണാൻ വേണ്ടി പോൾ ബ്രണ്ടൻ എത്തിയത്. പക്ഷെ അദ്ദേഹത്തിന്റെ മുമ്പിൽ വന്നിരുന്നു, അദ്ദേഹത്തിന്റെ കണ്ണുകളിലേക്ക് നോക്കി. അദ്ദേഹം പറയുന്നത് രമണ മഹർഷിയുടെ കണ്ണുകളിലേക്ക് നോക്കിയപ്പോൾ ഒരു അനന്തതയാണ് ഞാൻ ദർശിച്ചത് എന്നാണ്. നമ്മൾ കടലിനെ കണ്ടാൽ നമുക്ക് എന്തായിരിക്കും തോന്നുക? ഒരു അപാരത, വേറൊന്നും നമുക്ക് തോന്നില്ല. അതേസമയം നമ്മൾ ഏതെങ്കിലും വ്യക്തിയുടെയോ അല്ലെങ്കിൽ ജീവിയുടെയോ കണ്ണുകളിലേക്ക് നോക്കിയാൽ നമുക്ക് തോന്നുന്നത് എന്തെന്നറിയാമോ? ആ കണ്ണുകളുടെ അപ്പുറത്ത് നിന്ന് ആരോ നമ്മ നോക്കുന്നു എന്നാണ്. ഇങ്ങനെയാണ് നമ്മൾ ഫീൽ ചെയ്യുക. ഒരു പൂച്ചയുടെ കണ്ണിലേക്ക് നോക്കൂ, ആ പൂച്ചയുടെ അകത്തിരുന്നുകൊണ്ട് ആരോ എന്നെ നോക്കുന്നു. അതിൻ്റെ ഉള്ളിലുള്ള ഏതോ ഒന്ന് നമ്മെ കാണുന്നു എന്ന് നമുക്ക് അനുഭവിക്കാൻ പറ്റും. സംശയം ഉണ്ടെങ്കിൽ നാളെ ചെന്ന് അല്ലെങ്കിൽ ഇന്ന് വൈകുന്നേരം ചെന്ന് നോക്കൂ ഏതെങ്കിലും ജീവനുള്ള ഒരു ജീവിയുടെ കണ്ണിലേക്ക്. ഇനി അതേ ജീവി മരിച്ചു കിടക്കുകയാണ്, അതിൻ്റെ കണ്ണിലേക്ക് നോക്കൂ. വ്യത്യാസം. ഈ ചൈതന്യം എന്ന് പറയുന്നത് എന്താണ് എന്നുള്ളത് മനസ്സിലാവും. എന്തുകൊണ്ടെന്നാൽ ജാഗ്രത അവസ്ഥയിൽ ആത്മാവിന്റെ സ്ഥാനം കൃഷ്ണമണിയിലാണ് എന്നാണ്. കൃഷ്ണമണി, ആ കണ്ണിലേക്ക് നോക്കിയാൽ ആത്മചൈതന്യം വ്യക്തമായി മനസ്സിലാവും. ചത്തു കിടക്കുന്ന എലിയുടെയോ പൂച്ചയുടെയോ കണ്ണിലേക്ക് നോക്കൂ, ശവത്തിന്റെ കണ്ണുകളാണ്. ശവത്തിന്റെ കണ്ണ്, ബ്ലാങ്ക് ലുക്ക് എന്നൊക്കെ നമ്മൾ ഇംഗ്ലീഷിൽ പറയില്ലേ, ഒരു ജീവനില്ലാത്ത, അതായത് ഒരു മരിച്ചുപോയ അതിൻ്റെ ആ ലക്ഷണം അതിൽ കാണാൻ പറ്റും. ചൈതന്യം അതിൽ നിന്ന് നീങ്ങിക്കഴിഞ്ഞു, കണ്ണിലേക്ക് നോക്കിയാൽ അറിയാൻ പറ്റും. എന്തെന്നാൽ അങ്ങനെ കരുതുന്ന നീ അല്പമായിട്ടെങ്കിലും വേറെ ഉള്ളതായി വരുന്നുവല്ലോ. അപ്പൊ ഞാൻ ബ്രഹ്മമാണ് എന്ന് പറഞ്ഞാൽ അപ്പോഴും തെറ്റാവും, ഞാൻ അവിടെ ബാക്കിയുണ്ടെന്ന്. അപ്പോഴും അദ്വൈതമാകുന്നില്ല എന്ന കാരണത്താൽ ആ ഒന്നെന്നുള്ള ഭാവനയും മാറുന്ന ഇടമാണ് സാക്ഷാത് മുക്തിനില എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഞാനിപ്പോൾ അദ്വൈതത്തെ അനുഭവിക്കുന്നു എന്നൊരു ബോധം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ ആ അനുഭവിക്കാൻ ഒരു അഹങ്കാരം അവിടെ നേരിയ തോതിലെങ്കിലും ഉണ്ട് എന്നാണ്. അത് പൂർണ്ണസ്ഥിതിയല്ല, അതല്ല മുക്തിനില. ആ ഞാനെന്നുള്ള ഭാവം അപ്പാടെ അസ്തമിക്കണം. പിന്നെ എന്തുണ്ടാവുമോ അതാണ് മോക്ഷം. ബാക്കി വരുന്നതാണ് മോക്ഷം. മോക്ഷത്തെ അനുഭവിക്കാൻ അവിടെ ഒരു ഞാൻ ഉണ്ടാവരുത്. ഞാനും ഒഴിഞ്ഞു പോയാൽ അവസാനം എന്ത് ബാക്കി വരുന്നോ അതാണ് മുക്തി, അല്ലെങ്കിൽ മോക്ഷം, അല്ലെങ്കിൽ പരമപദം. സ്വാനുഭവാതീതം ബ്രഹ്മ എന്ന ശ്രുതിസാര മഹാവാക്യങ്ങളിൽ നാലാമതായ സാക്ഷാത് മുക്തി നിലയെയാണ് ഈ തിരുവൻപായിൽ എടുത്തുകാട്ടി ശിഷ്യനെ ബോധിപ്പിക്കുന്നത് എന്ന് അറിയുവാൻ കഴിയുന്നു. സ്വാനുഭവ അതീതം ബ്രഹ്മ, ഇങ്ങനെ ഒരു വാക്യമുണ്ട്. അതായത് എന്തൊക്കെ നമ്മുടെ അനുഭവ മണ്ഡലത്തിൽ ഉണ്ടോ അതൊന്നും ബ്രഹ്മമല്ല, അതൊന്നും ബ്രഹ്മമല്ല. ഞാൻ ബ്രഹ്മമാണ്
എന്ന ഒരു അനുഭൂതി ഉള്ളിലുണ്ടായാൽ അത് ബ്രഹ്മമല്ല. നമ്മുടെ അനുഭവത്തെയൊക്കെ അതിക്രമിച്ചു നിൽക്കുന്നത്, ഈ അഹങ്കാരത്തെയും അതിവർത്തിച്ചു നിൽക്കുന്നത്, അതായത് നമ്മുടെ അനുഭവത്തിന്റെ അപ്പുറത്തുള്ളതാണ് ബ്രഹ്മം. സ്വാനുഭവ അതീതം ബ്രഹ്മ. തൻ്റെ അനുഭവത്തിനെ കവച്ചു വെക്കുന്നത്, അഹങ്കാരത്തിൻ്റെയും അപ്പുറത്ത് സ്ഥിതി ചെയ്യുന്നതാണ് ഈ ആത്മതത്വം. അതുകൊണ്ട് ആ ആത്മതത്വത്തെ അഹങ്കാരത്തിന് ഒരിക്കലും മനസ്സിലാക്കാൻ സാധ്യമല്ല. അപ്പൊ ഈ ആത്മജ്ഞാനം ആർക്കെന്ന് ചോദിച്ചാൽ ആത്മാവിന്. അതാണ് ശരി. എനിക്കല്ല. ആത്മാവിന് ആത്മജ്ഞാനം നേടേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ, ആത്മാവിന് ആ ആത്മജ്ഞാനം നഷ്ടപ്പെട്ടതുപോലെ തോന്നുമ്പോഴാണല്ലോ അതിൽ ഞാൻ എന്നുള്ള ഭാവം അങ്കുരിക്കുന്നത്. ആ ഞാൻ എന്നുള്ള ഭാവം ഇപ്പൊ അസ്തമിച്ചു. അപ്പോ ആത്മാവ് എന്താണെന്നുള്ളത് ആത്മാവിന് ബോധ്യപ്പെട്ടു, മനസ്സിലായി എന്ന് നമുക്കൊരു വെറുതെ ഒരു ചുമ്മാതെ ഒന്ന് പറയാം. അത്രയേ ഉള്ളൂ. ജ്ഞാനസ്വരൂപമായ വസ്തുവിന് എന്ത് മനസ്സിലാക്കാൻ? അപ്പൊ ഇതൊക്കെ നമ്മുടെ ജീവന്റെ തലത്തിൽ നിന്നുള്ള ചർച്ചകളും വാഗ്വാദങ്ങളും ഒക്കെയാണ്. ആ സത്യസ്ഥിതിയെ വർണ്ണിക്കാൻ ആർക്കും സാധ്യമല്ല. ഇനി അടുത്ത പദ്യത്തിലേക്ക് കിടക്കാം. 50-ാമത്തെ പദ്യം. വെറ്റ വെറും ആനന്ദമേലിയുടെ കേവലത്തിൽ നിർപ്പതുപോൽ അന്ത നിലൈ കഴன்றോർ ശിർബോധ അണ്ടം കടந்த അമുദത്തിനോടുലവും വെണ്ടിങ്കളും കിരണവും. വെറ്റി വെറും ആനന്ദമേലിയുടെ. വെറ്റി വെറും എന്ന് പറഞ്ഞാൽ കലർപ്പില്ലാത്ത, ശുദ്ധമായ, മായം ചേരാത്ത, മായാസ്പർശമില്ലാത്ത. നമ്മുടെ എല്ലാ ആനന്ദാനുഭവങ്ങളും മായയുടെ കൂടെ ചേർന്ന് നിന്നുകൊണ്ടാണ്. എന്താണ് മായ? ഞാൻ എന്നുള്ളത് തന്നെ. ഈ ഞാനാണല്ലോ എല്ലാ ആനന്ദത്തെയും അനുഭവിക്കുന്നത്. ഇന്ദ്രിയങ്ങളിലൂടെയും ശരീരത്തിലൂടെയും ഒക്കെ ആനന്ദം അനുഭവിക്കുന്നത് ഈ ജീവനാണ്. ഈ ജീവൻ മായയുടെ സന്താനമാണ്. ഈ ആത്മാനന്ദം അങ്ങനെയല്ല. അത് കലർപ്പില്ലാത്ത ആനന്ദമാണ്, ശുദ്ധമായ ആനന്ദമാണ്. വെറ്റവെറും ആനന്ദമേൽ ഈടെ, കരകവിഞ്ഞൊഴുകുന്ന ആനന്ദമാണ്. ഈ ഒഴുകുക എന്നൊക്കെ പറയുമ്പോൾ അവിടെ ചലനം, നമ്മൾ അങ്ങനെയാണല്ലോ. ബക്കറ്റ് നിറഞ്ഞ് കവിയുന്നു, വെള്ളം നിറഞ്ഞ് ഒഴുകുന്നു എന്നൊക്കെ പറയുമ്പോൾ അവിടെയൊക്കെ വെള്ളത്തിൻ്റെ ചലനമുണ്ട്. ഈ സത്യത്തെ, ഈ പരമാത്മാവിൻ്റെ ആനന്ദത്തെ വിവരിക്കാൻ വേറെ വാക്കില്ലാത്തത് കൊണ്ട് കരകവിഞ്ഞൊഴുകുന്ന സത്യം എന്നൊക്കെ പറയുന്നു. വാസ്തവത്തിൽ ഒരു ഒഴുക്ക് ഒന്നുമില്ല. അവിടെ നിശ്ചലതയാണ്, സാന്ദ്രമായ ഘനീഭവിച്ച രൂപമാണ്. ആനന്ദം കട്ടിപിടിച്ചാൽ എങ്ങനെയിരിക്കും? അനുഭവിച്ചു തന്നെ നോക്കണം. ആനന്ദം കട്ടിപിടിച്ചാൽ എങ്ങനെയിരിക്കും? നമ്മുടെ സുഷുപ്തിയിലുള്ള ആനന്ദം ഏതാണ്ട് അതിനോട് കിടപിടിക്കുന്നതാണ്. സുഷുപ്തിയിൽ എന്തെങ്കിലും ചലനമുണ്ടോ? മനസ്സിൻ്റെ ഒരു ഇളക്കമോ ബുദ്ധിവൃത്തിയോ ഞാൻ എന്നുള്ള ഭാവമോ ഞാൻ സുഖം അനുഭവിക്കുന്നു എന്നുള്ള വിചാരമോ ഒന്നുമില്ല. അതാണ് കട്ടിപിടിച്ച ആനന്ദം. പക്ഷേ അത് അജ്ഞാനത്താൽ ആവരണം ചെയ്യപ്പെട്ട സുഖമാണ് എന്നുള്ള ഒരു ദോഷമുണ്ട്. ഇവിടെ ആ അജ്ഞാനമറയും നീങ്ങിയാൽ ആ ആനന്ദം കട്ടിപിടിച്ചതായി ജാഗ്രത അവസ്ഥയിൽ തന്നെ നമുക്ക് അനുഭവിക്കാൻ കഴിയും. വെറ്റവെറും ആനന്ദമേലിയുടെ കേവലത്തിൽ നിർപ്പതുപോൽ. അത് നമുക്ക് ഏതിനോട് ഉപമിക്കാം? ഒരു അബോധാവസ്ഥയോട് ഉപമിക്കാം. വാസ്തവത്തിൽ അതൊരു അബോധാവസ്ഥയല്ല, അൺകോൺഷ്യസ് സ്റ്റേറ്റ് അല്ല. കാരണം അബോധാവസ്ഥയിൽ ഞാൻ ഉണ്ടെന്നോ ഞാൻ എവിടെയാണെന്നോ ഒന്നും നമ്മൾ അറിയുന്നില്ല. ഒരാൾക്ക് ബോധം നശിക്കുമ്പോഴേ അയാൾക്ക് മറ്റൊരനുഭവമില്ല. ദ്വൈതത്തിൻ്റെ എല്ലാ കണികകളും അവിടെ അവസാനിച്ചു. യാതൊരു തരത്തിലുള്ള ദ്വൈതാനുഭവമില്ല. അതിനോട് വേണമെങ്കിൽ ഉപമിക്കാം. എന്തെങ്കിലുമൊക്കെ പറയണമല്ലോ. വർണ്ണിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞതുകൊണ്ട് അങ്ങനെ കൈയൊഴിയാൻ പറ്റില്ലല്ലോ ആചാര്യന്മാർക്ക്. അതിനെ നമുക്ക് വേണമെങ്കിൽ പരിപൂർണമായ അബോധാവസ്ഥയോട് ഉപമിക്കാം. പക്ഷെ ഇത് അബോധാവസ്ഥയല്ല, ഇത് ഉണർവിൻ്റെ പാരമ്യതയാണ്. ഉണർവിൻ്റെ പാരമ്യതയും അബോധാവസ്ഥയും ഏതാണ്ട് ഒരുപോലെ ഇരിക്കും. ഇത് ഏതുപോലെയാണ്? കണ്ണഞ്ചിപ്പിക്കുന്ന പ്രകാശത്തിൽ നമുക്കൊന്നും കാണാൻ പറ്റില്ല, കൂരിരുട്ടിലും ഒന്നും കാണാൻ പറ്റില്ല. അപ്പോൾ പ്രകാശവും ഇരുട്ടും ഒന്നാണെന്ന് ആരെങ്കിലും പറയുമോ? നമ്മുടെ മുമ്പിൽ ഒരു ഫ്ലഡ് ലൈറ്റ് കൊണ്ടുവന്ന് വെക്കുകയാണ്. ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൽ രാത്രിയൊക്കെ ചില കളികളൊക്കെ നടക്കുമല്ലോ. അപ്പോൾ വലിയ ഉജ്ജ്വലമായ പ്രകാശമുള്ള വലിയ ലൈറ്റുകൾ കൊണ്ടുവയ്ക്കുക. സെർച്ച് ലൈറ്റ് എന്നോ ഫ്ലഡ് ലൈറ്റ് എന്നൊക്കെ നമ്മൾ പറയാറില്ലേ? ഈ ഫ്ലഡ് ലൈറ്റ് നമ്മുടെ മുമ്പിൽ കൊണ്ടുവച്ചു, ഒന്നും കാണില്ല, ഇരുണ്ടു പോവും. വാസ്തവത്തിൽ പ്രകാശപ്രളയത്തിൽ ഇരുട്ടാണ് അനുഭവപ്പെടുന്നത്. വിരോധാഭാസമായിട്ട് തോന്നുന്നില്ലേ? പ്രകാശത്തിന്റെ തീവ്രതയിൽ
ഒന്നും കാണാൻ പറ്റില്ല. പ്രകാശത്തിന്റെ പരിപൂർണമായ അഭാവത്തിലും ഒന്നും കാണാൻ പറ്റില്ല. കൂരിരുട്ടിലും ഒന്നും കാണാൻ പറ്റില്ലല്ലോ എന്ന് വെച്ച് പ്രകാശവും ഇരുട്ട് ഒന്നാവുമോ? ഇതുപോലെയാണ്. അബോധാവസ്ഥയിലും ദ്വൈതത്തിന്റെ അനുഭവമില്ല, പൂർണ്ണമായ ബോധാനുഭവത്തിലും ദ്വൈതത്തിന്റെ അനുഭവമില്ല. പിന്നെ എന്താ? ആ ദ്വൈതത്തിന്റെ അനുഭവമില്ല എന്നുള്ള ഒരംശത്തിൽ ഈ രണ്ടവസ്ഥകൾക്കും സാദൃശ്യമുണ്ട്. അതുകൊണ്ട് അതിനോട് വേണമെങ്കിൽ ഉപമിക്കാം എന്ന് പറയുന്നു. അത്ര രണ്ടിടത്തും ദ്വൈതാനുഭവമില്ല, സുഷുപ്തിയിലുമില്ല, പൂർണ്ണമായ ബോധാനുഭവത്തിലുമില്ല. അന്തനിലൈ കഴன்றോർ, ഈ സ്ഥിതിയെയും അതിക്രമിച്ചവർ. കഴലുക, കഴன்றോർ എന്നാരോ ചോദിച്ചു. നഴുവിനർ എന്ന് പറഞ്ഞ് അതുപോലെ തന്നെയാണ് കഴன்றോർ, ഊരി വീണവർ, ആ അവസ്ഥയെയും അതിക്രമിച്ചവർ എന്നാണ്. അന്തനിലൈ കഴன்றോർ, ആ സ്ഥിതിയെയും കടന്നുപോയവർ. ഏതുപോലെയാ ആ അവസ്ഥ? എന്താണ് എന്ന് ചോദിച്ചാൽ, ശിർബോധ അഖണ്ഡം കടന്ത, ബോധം എന്നുള്ള മണ്ഡലത്തെയും കടന്നു നിൽക്കുന്ന അവസ്ഥ. നമ്മൾ ഇതിനെയൊക്കെ എങ്ങനെ വർണ്ണിക്കാനാണ്? ബോധമാണ് ബ്രഹ്മം എന്നാണ് പറയുന്നത്. ഈ ബോധം എന്നുള്ള നിലയെയും അതിക്രമിച്ചിരിക്കുന്ന കേവലമായ അദ്വൈത സ്ഥിതി എന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ച് നമുക്ക് ഒന്നും ഊഹിക്കാൻ പോലും സാധ്യമല്ല. നമ്മൾ വെറുതെ ഇതൊക്കെ എടുത്ത് വായിച്ചിങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോകാമെന്നുള്ളതല്ലാതെ അനുഭവം കൊണ്ട് നേടേണ്ടതാണ് ആ അവസ്ഥ. അപ്പൊ ആ ബോധത്തെയും കടന്നു നിൽക്കുന്ന ഒരവസ്ഥ ശുദ്ധമായ കേവലമായ സ്ഥിതി, ബ്രഹ്മസ്ഥിതി. ശിർബോധ അണ്ഡം കടந்த സ്ഥിതിയാണ്. ആ ബോധ നിലയെയും കടന്ന സ്ഥിതിയാണ്. അത് ഏതുപോലെ എന്ന് ചോദിച്ചാൽ, അമുദത്തിനോടുലവും വെൺതിങ്കളും കിരണവും. വെൺതിങ്കൾ എന്നല്ല എഴുതിയിരിക്കുന്നത്, വെൺതിങ്കൾ. തമിഴില് സന്ധിയില്, നമ്മൾ മലയാളത്തില് വെൺതിങ്കൾ വെൺതിങ്കൾ എന്ന് പറയും. തമിഴിന്റെ സന്ധി നിയമമൊക്കെ ഇതിൽ നിന്ന് തികച്ചും ഭിന്നമാണ്. വെൺതിങ്കൾ ചേർന്നാൽ വെൺതിങ്കൾ. വെളുത്ത ചന്ദ്രൻ എന്ന് പറഞ്ഞാൽ പൂർണ്ണചന്ദ്രൻ, പൗർണമിയിലുള്ള ചന്ദ്രൻ. ആ പൂർണ്ണചന്ദ്രൻ അമുദത്തിനോടുലവും, അമൃതകിരണൻ, അമൃതത്തിന്റെ ഇരിപ്പിടമാണ് ചന്ദ്രൻ എന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെയുള്ള അമൃതത്തിന്റെ ആധാരമായ ചന്ദ്രനും അതിൻ്റെ കിരണവും എന്ന് പറഞ്ഞാൽ രശ്മി. ചന്ദ്രനും ചന്ദ്രരശ്മിയും പോലെയാണ് ഏത്? ഈ ബോധത്തെയും കടന്ന നില എന്ന് പറഞ്ഞാൽ ചന്ദ്രനും ചന്ദ്രരശ്മിയും രണ്ടല്ല, ഒന്ന് തന്നെയാണ്. ചന്ദ്രനിൽ നിന്നും ഭൂമിയിലേക്ക് വരുന്നതാണ് ചന്ദ്രരശ്മി. പക്ഷേ ഈ ചന്ദ്രരശ്മി എപ്പോഴെങ്കിലും ചന്ദ്രനുമായിട്ട് തനിക്കുള്ള ബന്ധത്തെ വിച്ഛേദിക്കുന്നുണ്ടോ? ഇല്ല. ചന്ദ്രനുമായിട്ട് ബന്ധത്തെ ഉപേക്ഷിക്കാതെ തന്നെ അത് ഇങ്ങ് നമ്മുടെ അടുത്ത് എത്തുന്നില്ലേ? പക്ഷെ നമ്മൾ പറയുന്നത് ചന്ദ്രൻ എൻ്റെ അടുത്ത് വരുന്നു എന്നല്ല, ചന്ദ്രകിരണം എൻ്റെ അടുത്ത് വരുന്നു എന്നാണ് പറയുന്നത്. ഈ ചന്ദ്രകിരണം ചന്ദ്രൻ തന്നെയാണ്. ഈ ചന്ദ്രകിരണത്തെ പിടിച്ചുകൊണ്ട് ഒരാൾ മുകളിലേക്ക് കയറിയാൽ അയാൾ ചന്ദ്രനിൽ ചെന്നെത്തില്ലേ? ഒരു കമ്പി പോലെ വിചാരിച്ച് അതിനെ പിടിച്ചോണ്ട് ചെന്നാൽ ചന്ദ്രനിലെത്തും. എന്തുകൊണ്ട്? ഇത് ചന്ദ്രനിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നില്ല. ഇതുപോലെ ഈ ജീവഭാവം പരമാത്മാവായി ആ സത്യമായി തന്നെ നിലനിൽക്കുന്നു. അതാണ് ഏറ്റവും ഉയർന്ന സ്ഥിതി. ആ സത്യത്തിന്റെ സ്വരൂപം അമൃതത്വം എന്നുള്ളതാണ്. അമൃതത്വം എന്ന് പറഞ്ഞാൽ എന്താ? മരണമില്ലാത്ത അവസ്ഥ. അതിന്റെ വ്യാഖ്യാനം ജീവബോധം ഒഴിയുന്നതോടെ ആനന്ദോദയമാകുന്നു. നമ്മൾ ഇത്രയൊക്കെ മനസ്സിലാക്കിയാൽ ഈ അഹങ്കാരം പൂർണ്ണമായി ഇല്ലാതെയായാൽ പരമാനന്ദം ബാക്കി നിൽക്കും. ആനന്ദം മേൽക്കൊണ്ടാൽ ആനന്ദ നിദ്രയായി തീരും. അതായത് ഈ ആനന്ദത്തിന്റെ ലെവലിൽ തന്നെ ആനന്ദത്തെ അനുഭവിക്കുന്ന ഒരു നിലയുമുണ്ട്, ആനന്ദത്തെ അനുഭവിക്കാത്ത അതിനെയും കടന്ന ഒരു നിലയുണ്ട്. ബ്രഹ്മാനന്ദത്തെ അനുഭവിക്കുന്ന ഒരു നിലയുണ്ട്, അതിനേക്കാളും മുകളിലാണ് ആ ആനന്ദ അനുഭവത്തെയും കടന്നു നിൽക്കുന്ന നില. അതിനെയാണ് ആനന്ദ നിദ്ര. അതായത് അവിടെ ആനന്ദം വേറിട്ടറിയപ്പെടുന്നില്ല. നമ്മൾ അർദ്ധബോധാവസ്ഥയിൽ, അതായത് ചിലപ്പോൾ ഉള്ളിലൊരു ചെറിയ ഒരു ഉണർവുണ്ടാകും, എന്നാൽ ഉറക്കത്തിന്റെ സുഖവും ഉണ്ടാവും. അങ്ങനെ ഉണ്ടായിട്ടില്ല. സുഷുപ്തിയല്ല, നമ്മൾ പൂർണ്ണമായ ഉറക്കത്തിലേക്ക് പോയിട്ടില്ല. നമ്മൾ ഉറങ്ങുകയാണ്, ഒരു പകുതി മയക്കം എന്നൊക്കെ നമ്മൾ പറയാറില്ല. അവിടെ പൂർണ്ണമായ അബോധാവസ്ഥ സംഭവിച്ചിട്ടില്ല, എന്നാൽ ഉറക്കത്തിന്റെ സുഖം ബാക്കിയുണ്ട്. അത് ഈ ബോധത്തിന് തന്നെ എത്ര നിലകൾ, ഘട്ടങ്ങളാണെന്നറിയാം. ബോധത്തിന് ഘട്ടങ്ങളില്ല, മനസ്സിന്റെ നിലകളാണ് വ്യത്യസ്തങ്ങൾ. മനസ്സിനാണ് ഈ അനുഭവ തലത്തിൽ വ്യത്യസ്തതയുള്ളത്.
ആനന്ദം മേൽക്കൊണ്ടാൽ ആനന്ദ നിദ്രയായിത്തീരും. ആ നിലയും കടന്നു ചെല്ലുന്നവർ അരുളും പരയുമാകുന്ന ചിദാകാശവും താണ്ടി അമൃതമയനായ ശിവചന്ദ്രനായി നിൽക്കും. ഈ ആത്മാവിനെ ഒരു ചന്ദ്രനോടാണ് ഉപമിക്കുന്നത്. ബോധചന്ദ്രൻ, ബോധചന്ദ്രിക. ശങ്കരാചാര്യരുടെ ഒരു ചെറിയ കൃതിയുണ്ട്, പ്രബോധചന്ദ്രോദയം. ഈ പുസ്തകത്തിന്റെ വ്യാഖ്യാനത്തിന്റെ പേരും ശിവബോധചന്ദ്രിക. ചന്ദ്രിക എന്ന് പറഞ്ഞാൽ നിലാവ്, ചന്ദ്രപ്രകാശം എന്നർത്ഥം. അപ്പോ ഈ നിലയും കടന്നു ചെന്നാൽ അരുളും പരയുമാകുന്ന, അരുൾ എന്ന് പറഞ്ഞാൽ അനുഗ്രഹം, ആ പരമാത്മാവിന്റെ അരുൾ അനുഗ്രഹം നിറഞ്ഞൊഴുകുന്ന ഒരു ഘട്ടം, പരമമായ സ്ഥിതി, ആ ചിദാകാശത്തെയും താണ്ടി അമൃതമയമായ ശിവചന്ദ്രനായി നിൽക്കും. അതും പോരാ, സച്ചിദാനന്ദമായ ശുദ്ധനിലയായ ശിവചന്ദ്ര കിരണമായി തന്നെ അവർ പരിലസിക്കും. ഈ ചന്ദ്രനുമല്ല, അതും അപ്പുറത്ത് ചന്ദ്രന്റെ കിരണം. ഇങ്ങനെ വ്യാഖ്യാനിച്ചു പോകുന്നു. ഇതൊന്നും നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കരുത് എന്നുള്ളതാണ് എൻ്റെ ഒരു വിനീതമായ അപേക്ഷ. പറ്റുമെങ്കിൽ ഇതിനെയൊക്കെ അനുഭവിച്ച് രസിച്ചു, ഇന്ന് വായിച്ച് മനസ്സിലാക്കി. ഇപ്പൊ ഒഴിവിലൊടുക്കം ചർച്ച ചെയ്ത് നമുക്കിപ്പോ ഏതാണ്ടൊക്കെ തെളിഞ്ഞു കഴിഞ്ഞു എന്ന് വിചാരിക്കേണ്ട. കാരണം അനുഭവത്തിന്റെ തലത്തിൽ സാക്ഷാത്കരിക്കപ്പെടേണ്ടത് അങ്ങനെ തന്നെ വേണം. അതിനെ വാക്കിലൂടെ പ്രകടിപ്പിച്ചാലോ, ആ പ്രകടിപ്പിച്ചതിനെ വേറൊരാൾ വായിച്ച് പറഞ്ഞു തന്നാലോ ആ അനുഭവത്തിന്റെ ഒരു ചെറിയ അംശം പോലും കിട്ടില്ല. ഒരു മധുരപലഹാരത്തിന്റെ അതുണ്ടാക്കാൻ വേണ്ട വസ്തുക്കളുടെ അളവും എല്ലാം ചെയ്ത് അത് എങ്ങനെയാണ് ആ മധുരപലഹാരം തയ്യാറാക്കേണ്ടത്, ആ പാചകക്കുറിപ്പും ഒക്കെ വായിച്ച് വളരെ ഭംഗിയായി അതൊക്കെ വായിച്ച് മനസ്സിലാക്കിയതുകൊണ്ട് ആ മധുരപലഹാരം കഴിച്ചതുപോലെയാകും. അതിനേക്കാളും നല്ലത് ഈ പറയുന്നയാൾ ഒരു മധുരപലഹാരം ഉണ്ടാക്കി അതിൻ്റെ ഒരു ചെറിയ കഷണം എടുത്ത് നമ്മുടെ വാക്കകത്തിട്ട് തന്നാണ്. പക്ഷെ ഇതങ്ങനെ ഇട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു മധുരപലഹാരമല്ല. അവനവൻ്റെ ഉള്ളിൽ സാക്ഷാത്കരിക്കേണ്ടതാണ്. വേറെ ആർക്കും ഒരു സഹായവും ഈ കാര്യത്തിൽ ചെയ്യാൻ പറ്റില്ല. അവനവന്റെ അനുഭവത്തിൽ നേടേണ്ടതാണ്. കുറച്ചു മുമ്പ് പറഞ്ഞു സ്വാനുഭവ അതീതം ബ്രഹ്മം. അവനവന്റെ അനുഭവത്തിൻ്റെയും അപ്പുറത്തുള്ളതാണ്. എന്നാലും അതിനെക്കുറിച്ചുള്ള ഒരു ആശയം അവനവന്റെ ഉള്ളിലാണല്ലോ നേടുന്നത്, ആ അതീന്ദ്രിയമായ നിലയിലാണെങ്കിൽ പോലും. അപ്പൊ ഈ വിവരണങ്ങൾക്കും വ്യാഖ്യാനങ്ങൾക്കും ഒക്കെ വലിയ പരിമിതികളാണുള്ളത്. ഇത് നമ്മൾ നല്ലതുപോലെ മനസ്സിലാക്കുക. ഇനി അടുത്ത പദ്യത്തിലേക്ക് കിടക്കാം. നിனைப்பு മറപ്പറുത്ത് നീ അറലൈ നീക്കാത് ഉനൈ കരയ നില്ലന്നൻ അന്നൻ നില്ലന്നൻ അന്നൻ എനക്കവറ്റൽ വിപ്പിരട്ടം മന്ദിരട്ടം വേലയിലെ പോട്ട ശുരൈ ശെപ്പടിത്തൻ തന്നല്ലേ ശെപ്പടിത്തൻ ജ്ഞാനച്ചിറൈ നിனைப்பு മറപ്പ് അറുത്ത് നീ അറലൈ നീക്കാത്. നിனைപ്പ് എന്ന് പറഞ്ഞാൽ സ്മരണ, ഓർമ്മ. മറപ്പ് എന്ന് പറഞ്ഞാൽ മറന്നുപോവുക, വിസ്മരണം. സ്മരണവും വിസ്മരണവും. ആ സ്മരണം വിസ്മരണം എന്നുള്ള അവസ്ഥയെ ഒഴിവാക്കുന്നതിന് പകരം അതിൻ്റെ ആധാരമായ അഹങ്കാരത്തെ ഒഴിവാക്കാനുള്ള മാർഗമാണ് ആചാര്യൻ ഉപദേശിക്കുന്നത്. നമ്മളെന്താ പറയുന്നത്? സദാ ആത്മാവിനെ ധ്യാനിക്കൂ, മറന്നു പോകാതെ എല്ലായിടത്തും ഈശ്വര ബോധത്തെ നിലനിർത്തൂ, ഒക്കെ ഈശ്വരമയമാണെന്ന് കാണൂ. ഒരു സാധന എന്നുള്ള രീതിയിൽ സർവേഷു കാലേഷു മാമനുസ്മര യുദ്ധ്യച എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ശരിക്കും ഈ ഓർമ്മ, വിസ്മരണം ഇത് രണ്ടും ബുദ്ധിയുടെ തലത്തിലാണ്, അല്ലെങ്കിൽ അന്ധഃകരണത്തിന്റെ തലത്തിൽ. ആ അവസ്ഥകളെ മാറ്റാൻ ശ്രമിക്കേണ്ടതെന്ന്. മറന്നു പോകുന്നെങ്കിൽ മറന്നു പോട്ടെ, ഓർമ്മ വരുന്നെങ്കിൽ ഓർമ്മ വന്നു. എന്താ ചെയ്യേണ്ടത്? നമ്മുടെ ഉള്ളിലുള്ള അഹംബോധത്തെ നശിപ്പിക്കാനുള്ള മാർഗം വേണം ഗുരു പറഞ്ഞു തരാൻ. നിனைப்பு മറുപ്പറുത്ത് നീ അറലൈ നീക്കാത്. ജീവബോധത്തെ നീക്കാനുള്ള ഉപായത്തെ പറഞ്ഞു കൊടുക്കാതെ, അങ്ങനെ അതിനെ നശിപ്പിക്കാതെ, ജീവബോധത്തെ നീക്കാനുള്ള ഉപായം ശിഷ്യന് വളരെ വ്യക്തമായി പറഞ്ഞു കൊടുത്ത് ആ ശിഷ്യന്റെ ഉള്ളിലെ ജീവബോധത്തെ നശിപ്പിക്കാതെ സ്മരണയെയും വിസ്മരണത്തെ സ്മരണം കൊണ്ട് ഇല്ലാതെയാക്കണം. ആത്മാവിനെ മറന്നിരിക്കുന്ന സ്ഥിതിയാണ് അജ്ഞാനം. ആത്മാവിനെ എപ്പോഴും ഓർമ്മിക്കണം, അങ്ങനെ ആ വിസ്മൃതിയെ അകറ്റണം എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് നേരായ മാർഗമല്ല എന്നാണ് ഗ്രന്ഥകർത്താവ് പറയുന്നത്. നീ അറലൈ നീക്കാതെ ഉനൈ കരയ എന്ന് പറഞ്ഞാൽ
നിന്നെ കരയ്ക്കാൻ. കരയുക എന്ന് തമിഴില് ഉപ്പ് തണ്ണിയിലെ കരയറുത്, കരഞ്ഞു പോച്ചു എന്ന് പറഞ്ഞാൽ അലിഞ്ഞു പോയി. അലിയുക എന്നാണ് കരയുക എന്നുള്ളത്. വാസ്തവത്തിൽ ഒരാളുടെ മനസ്സ് ഉരുകുമ്പോഴാണല്ലോ ഒരാൾ ശരിക്കും മലയാളത്തിൽ കരയുന്നത്. മനസ്സുരുകുന്നതാണ് കണ്ണീരായിട്ട് കണ്ണിലൂടെ പുറത്തു വരുന്നത്. അപ്പൊ കരയുക എന്ന് പറഞ്ഞാൽ ഹൃദയം അലിയുക, ഉരുകുക, ദുഃഖം കൊണ്ട്, താപം കൊണ്ട് എന്നാണ് അർത്ഥം. അപ്പൊ കരയുക എന്നുള്ളതിന് ഈ അർത്ഥമാണ് നമുക്ക് ഇവിടെ ഈ തമിഴിൽ സ്വീകരിക്കാൻ പറ്റുക. ഉനൈ കരയ എന്ന് പറഞ്ഞാൽ നിന്റെ ഉള്ളിലെ ജീവബോധത്തെ അലിയിക്കാൻ, അലിയിച്ചില്ലാതെയാക്കാൻ. നില്ലന്നൻ അല്ല, നില്ലന്നൻ അപ്പടിയായിട്ട് ഇതിന്റെ പോട്ടിരിക്കെ ഇതിൽ ഉള്ളത് ഞാൻ വായിക്കാം. നില്ലന്നൻ, അത്രയേ ഉള്ളൂ. അന്നൻ അന്നൻ നിൽ. അന്നൻ അന്നൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെ ഇരിക്കൂ, അതുപോലെ തന്നെ ഇരിക്കൂ, ആ സ്ഥിതിയിൽ തന്നെ തുടരൂ, അങ്ങനെ തന്നെ ഇരിക്കൂ എന്ന് പറയുന്നതാണ് അന്നൻ അന്നൻ നിൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോ സാധാരണ ഈ ധ്യാന ക്ലാസ്സുകളിലൊക്കെയാണ് ഇപ്പൊ എന്താണ്, ഇപ്പൊ വേറെ ഒരു ചിന്തയില്ല, അതേ സ്റ്റേജിൽ അങ്ങനെ തുടർന്ന് നിൽക്കൂ, അങ്ങനെ തന്നെ നിൽക്കൂ എന്നൊക്കെ പറയണം. അതുപോലെ നിൽക്കൂ, സ്റ്റേ ഇൻ ദാറ്റ് പൊസിഷൻ, സ്റ്റേ ദയർ. മനസ്സിനെ ചലിക്കാൻ അനുവദിക്കാതെ, സങ്കല്പങ്ങൾ വീണ്ടും ഉള്ളിൽ പൊന്താതെ ആ നിലയിൽ തന്നെ തുടരൂ, അങ്ങനെ തന്നെ ഇരിക്കൂ എന്നൊന്നും പറയുന്നത് കൊണ്ട് കാര്യമായ വിശേഷമില്ല എന്നാണ് പറയുന്നത്. അങ്ങനെയൊന്നും പറഞ്ഞാൽ പെട്ടെന്ന് ഈ മനസ്സ് നമ്മുടെ വരുതിയിൽ വരില്ല. അഹങ്കാരത്തെ കുറച്ചായിട്ട് ഛേദിച്ച് തള്ളണം. എങ്ങനെ? അതിൻ്റെ മിഥ്യാത്വം ഉൾക്കൊണ്ട്. ഈ അഹങ്കാരം എന്തുകൊണ്ടാണ് നമ്മുടെ മുമ്പിൽ ഒരു ശക്തമായി പാറ പോലെ ഇങ്ങനെ ഉറച്ചിരിക്കുന്നത്? നമ്മൾ അതിനെ സത്യമെന്ന് വിചാരിച്ചിരിക്കുന്നു. നമ്മൾ കൊടുത്ത ശക്തിയേ ഉള്ളൂ നമ്മുടെ അഹങ്കാരത്തിന്, അതിന് പ്രത്യേകിച്ച് ശക്തി ഒന്നുമില്ല. ഞാൻ ഈ വ്യക്തിത്വത്തെ പരമമായ ഒന്നാണ്, വളരെ ശ്രേഷ്ഠമായതാണ് ഈ അഹങ്കാരം, അത് ആ അഹങ്കാരം തന്നെയാണ് ഞാൻ എന്നൊക്കെ വിചാരിച്ച് അതിനെ ഊട്ടി വളർത്തിയിരിക്കുന്നു ഇത്രയും കാലം, ജന്മജന്മാന്തരങ്ങളായി. അപ്പൊ അവൻ കടിച്ചു കൊഴുത്തിരിക്കുന്നു ഉള്ളിൽ. അപ്പോ അവനെ പട്ടിണിക്കിട്ട് അവന്റെ ശരീരത്തെ ദുർബലമാക്കി അവൻ എല്ലും തോലുമായി, അവൻ അങ്ങനെ ഒരു അസ്ഥികൂടമായി മാറണം. മാറിക്കഴിഞ്ഞാൽ പൂന്ന് ഊതിയാൽ അവൻ മറിഞ്ഞു താഴെ വീഴും. പക്ഷെ നമ്മൾ തീറ്റ കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ്. ഒരറ്റത്ത് നിന്നും തീറ്റ കൊടുത്തുകൊണ്ടിരിക്കുന്നു, ഇടക്കിടയ്ക്ക് കോല് കൊണ്ട് 3-4 തട്ടും കൊടുക്കുന്നു. ഇവൻ എങ്ങനെ മരിക്കും? അതിന്റെ തായ്വേരിൽ കടയ്ക്കൽ കത്തി വെക്കൂ, കോടാലി വെക്കൂ. എന്താണ് ഈ അഹങ്കാരത്തിന്റെ കടയ്ക്കൽ കോടാലി വെക്കുക എന്ന് പറഞ്ഞാൽ? അങ്ങനെയൊന്നില്ല. പക്ഷെ അത് വ്യക്തമായിട്ട് അനുഭവപ്പെടുന്നുണ്ടല്ലോ. ഇതാണ് പലരുടെയും പരാതി. അങ്ങനെയൊന്നുണ്ടല്ലോ സുഹൃത്തെ, അങ്ങനെയൊന്നുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. ആ അഹങ്കാരം ആത്മാവിന്റെ പ്രകടനമാണെന്ന് മനസ്സിലാക്കൂ. ആത്മാവ് തന്നെയാണ് ഈ ഞാനായി പ്രകടമായിരിക്കുന്നത് എന്നുള്ള സത്യം തിരിച്ചറിയൂ. അപ്പൊ ആത്മാവിന് പ്രാധാന്യം ഉണ്ടാവും, ഈ അഹങ്കാരം അപ്രധാനമായി തീരുകയും ചെയ്യും. 2 കാര്യം, ഏതിലാണോ നമുക്ക് കൂടുതൽ നമ്മുടെ ശ്രദ്ധയെ നാം ചെലുത്തുന്നത് അതിന് പ്രാധാന്യം കൂടും. നമ്മളിപ്പോ ഒരു വസ്തുവിനെ കാണുന്നു, ഒരു പുസ്തകത്തെ കാണുന്നു എന്ന് വിചാരിക്കുക. ഒരു പുസ്തകത്തിന്റെ ഫ്രണ്ട് പേജ്, കവർ പേജ് നമ്മളിങ്ങനെ നോക്കും. മൊത്തത്തിൽ അതിന്റെ നിറവും ഒക്കെ ഇതാണ്, ഷേപ്പ്, ആകൃതി. ഇപ്പൊ ഇതുപോലെയുള്ളതാണെങ്കിൽ സ്പൈറൽ ബൈൻഡിങ് മൊത്തത്തിൽ കാണുന്നു. പക്ഷെ അങ്ങനെ കണ്ടതുകൊണ്ട് പുസ്തകത്തിന്റെ പേരെന്താണെന്ന് മനസ്സിലാവില്ല. പുസ്തകത്തിന്റെ പേര് മനസ്സിലാക്കണമെങ്കിൽ ആ എഴുതിയിരിക്കുന്ന അക്ഷരങ്ങളിൽ നമ്മുടെ ശ്രദ്ധ പതിയണം, എന്നാലേ ആ പുസ്തകത്തിന്റെ പേരെന്താണ് എന്നുള്ളത് മനസ്സിലാവും. മറ്റേത് മൊത്തത്തിലൊന്ന് നോക്കി, അത്രയേ ഉള്ളൂ. കൂടുതൽ സൂക്ഷ്മതയോടെ ആ ദൃഷ്ടിയെ ഏകാഗ്രമാക്കി ഒരു പ്രത്യേക പോയിന്റിൽ അല്ലെങ്കിൽ ഒരു പ്രത്യേക സ്ഥലത്ത് ആ അക്ഷരങ്ങൾ എഴുതിയിരിക്കുന്ന സ്ഥാനത്ത് കേന്ദ്രീകരിക്കുമ്പോഴാണ് പുസ്തകത്തിന്റെ പേരെന്താണെന്ന് നാം മനസ്സിലാക്കുന്നത്. ഇതുപോലെ തന്നെയാണ് ആത്മാവിനെ നമ്മൾ ശ്രദ്ധിക്കുന്നേയില്ല. അഹങ്കാരമാണ് ഇവിടെ പ്രകടമാവുന്നത്. ഞാൻ അതാണെന്ന് വിചാരിച്ച് നമ്മൾ കഴിയുന്നു, ജീവിക്കുന്നു. ആ അഹങ്കാരം പറയുന്നതിനനുസരിച്ച് അതിനെന്തൊക്കെ വേണോ അതൊക്കെ ചെയ്തു കൊടുത്തോണ്ടിരിക്കുന്നു. ഇവൻ എന്താണ് അല്ലെങ്കിൽ ആരാണ് ഇത് ചിന്തിക്കുന്നേ ഇല്ല. നമ്മൾ പ്രാധാന്യം നൽകിയിരിക്കുന്നത് അഹങ്കാരത്തിനാണ്, ആത്മാവിനല്ല. അപ്പൊ ഈ അധ്യാത്മശാസ്ത്രത്തിൽ നിന്ന് നാം എന്താണ് ഗ്രഹിക്കേണ്ടത് എന്ന് ചോദിച്ചാൽ, ഈ അഹങ്കാരം ഇല്ലാത്തതാണെന്ന് പറയുന്നില്ല.
ഈ അഹങ്കാരം ആത്മപ്രകടനമാണെന്ന് മനസ്സിലാക്കൂ. ബ്രഹ്മം ബോധം തന്നെയാണ് ഞാനായി പ്രകടമാവുന്നത്. അപ്പൊ പ്രാധാന്യം ബ്രഹ്മത്തിനാണ്. നടനെ അറിയാത്ത ഒരാൾ നാടകത്തിൽ അയാൾ അണിഞ്ഞിരിക്കുന്ന വേഷം കണ്ടിട്ട് അയാളെ കഥാപാത്രമാണെന്ന് ധരിച്ചാൽ എങ്ങനെ ഇരിക്കും? ഒരാൾ ഹനുമാന്റെ വേഷമിട്ട് വരികയാണ്, രാമായണമാണ് നാടകം. ഹനുമാന്റെ വേഷമിട്ട് ഒരാൾ സ്റ്റേജിൽ വരുന്നു. ആ ഹനുമാന്റെ വേഷമിട്ട ആളിന്റെ തൊട്ടടുത്ത വീട്ടിൽ താമസിക്കുന്ന ഒരുത്തൻ കാണികളുടെ ഇടയിൽ ഇരിപ്പുണ്ട് എന്ന് വിചാരിക്കും. ഈ വേഷവും മട്ടും ഒക്കെ വാരും ഒക്കെ പിടിപ്പിച്ചു കഴിഞ്ഞാൽ ഇത് തന്റെ അടുത്ത വീട്ടുകാരനാണ് എന്ന് അയാൾക്ക് അറിയാൻ പറ്റില്ല. അയാൾ കാണുന്നത് ഹനുമാനെ മാത്രമായിരിക്കും. ഈ ഹനുമാൻ തന്റെ അഭിനയമൊക്കെ കഴിഞ്ഞ് ആ അണിയറയിലേക്ക് ചെന്ന് ആ മേക്കപ്പും അഡീഷണലായിട്ട് ഫിറ്റ് ചെയ്ത വാലും ഒക്കെ മാറ്റി മുഖത്തിലെ ചായക്കൂട്ടുകളൊക്കെ കഴുകി കളയുമ്പോൾ അപ്പോഴാണ് ഇയാൾ ചെന്ന് നോക്കുന്നതെങ്കിൽ നീ ആയിരുന്നല്ലേ ഹനുമാന്റെ വേഷം കെട്ടിയപ്പോ ഇത് ആരാണ് ഈ വേഷം കെട്ടിയിരിക്കുന്നത് എന്നുള്ളത് പോലും അയാൾക്ക് അറിയാൻ പറ്റിയില്ല. ഹനുമാൻ എന്നുള്ള കഥാപാത്രമാണെന്ന് അദ്ദേഹം തെറ്റിദ്ധരിച്ചു. ഇതുപോലെയാണ് ആത്മാവാണ് അഹങ്കാരമായി പ്രകടമാകുന്നത് എന്ന് മനസ്സിലാക്കിയാൽ ആ പ്രകടനത്തിൽ നിന്ന് നമ്മുടെ ശ്രദ്ധ ആത്മാവിലേക്ക് തിരിയും. ആത്മാവിലേക്ക് ശ്രദ്ധ തിരിയുന്നതോടുകൂടെ അഹങ്കാരത്തിലുള്ള ശ്രദ്ധ കുറയും. അഹങ്കാരത്തിലുള്ള ശ്രദ്ധ കുറഞ്ഞു കുറഞ്ഞ് അതിൽ തീരെ ശ്രദ്ധയില്ലാന്നാകും. ആ തീരെ ശ്രദ്ധ ഇല്ലാതാവുന്ന സ്ഥിതിയാണ് അഹങ്കാരനാശം, വേറെ ഒന്നുമല്ല. അഹങ്കാരത്തിൽ നമ്മുടെ അറ്റൻഷൻ, ശ്രദ്ധ, കേന്ദ്രീകരണം ഉണ്ടാവില്ല. അഹങ്കാരത്തിൽ കേന്ദ്രീകരണം ഇല്ലെങ്കിൽ, മനസ്സിന്റെ അല്ലെങ്കിൽ സൂക്ഷ്മമായ ബുദ്ധിവൃത്തിയുടെ കേന്ദ്രീകരണമാണ്, അതിൽ കേന്ദ്രീകരിക്കുന്നില്ലെങ്കിൽ അഹങ്കാരം ഇല്ല. ഒന്നിൽ കേന്ദ്രീകരിക്കുമ്പോഴാണ് അതുള്ളതായി തീരുന്നത്. നമ്മൾ ഒരു സദസ്സിനെ മൊത്തമായിട്ട് നോക്കുകയാണ്, ഒരു 50 പേരുള്ള ഒരു സദസ്സ് അല്ലെങ്കിൽ ഒരു 100 പേരുള്ള സദസ്സ്, ആകെപ്പാടെ ഒന്ന് നോക്കുകയാണ്. കുറെ പേരിരിക്കുന്നു. ഓരോ വ്യക്തിയുടെയും മുഖം നമുക്ക് ഓർക്കാൻ പറ്റില്ല. നമുക്ക് വളരെ പരിചയമുള്ളവർ അല്ലെങ്കിൽ മുൻനിരയിൽ ഇരിക്കുന്നവരുടെ മുഖം മാത്രം നമ്മുടെ ഓർമ്മയിൽ വരും. കാരണം ഒറ്റ നോട്ടമല്ലേ നോക്കിയുള്ളൂ. അപ്പൊ ഈ ഒറ്റ നോട്ടം നോക്കുമ്പോൾ പുറകിലിരിക്കുന്നവരോ അല്ലെങ്കിൽ വശങ്ങളിൽ അറ്റത്തിരിക്കുന്നവരോ അവരുടെ ഒന്നും മുഖം നമുക്ക് നമ്മുടെ ശ്രദ്ധയിൽ പെടില്ല. നമ്മുടെ ശ്രദ്ധയിൽ പെട്ടില്ലെങ്കിൽ അങ്ങനെ ഒരാൾ ആ സദസ്സിൽ സന്നിഹിതനായിരുന്നു എന്ന് പോലും നമ്മൾ അറിയില്ല. കാരണം നമ്മുടെ ശ്രദ്ധ അവരിൽ പോയില്ല. അപ്പോൾ നമ്മുടെ മനസ്സിന്റെ അല്ലെങ്കിൽ ബുദ്ധിയുടെ ശ്രദ്ധ ഏതിലാണോ അത് മാത്രമേ രേഖപ്പെടുത്തപ്പെടുന്നുള്ളൂ. രേഖപ്പെടുത്തുന്നതിനെ മാത്രമേ നാം ഉണ്ടെന്ന് പറയൂ. നല്ലതുപോലെ മനസ്സിലാക്കിക്കോളൂ. ഏതിന് നമ്മുടെ ബുദ്ധി രേഖപ്പെടുത്തുന്നോ അത് മാത്രമേ നമുക്ക് ഉള്ളതായി തീരൂ. അല്ലാത്തത് നമ്മുടെ കൺമുമ്പിൽ ഉണ്ടായാലും ശ്രദ്ധ അതിലില്ലെങ്കിൽ നമ്മെ സംബന്ധിച്ച് ഇല്ലാത്തതിന് തുല്യം. ഇതുപോലെ അഹങ്കാരത്തിൽ ശ്രദ്ധ പോകാതെ ആത്മാവിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ ആത്മാവ് മാത്രമേ അനുഭവപ്പെടൂ, അഹങ്കാരം അനുഭവപ്പെടില്ല. അഹങ്കാരം അങ്ങനെ ഒന്നിനെ നാം കൂട്ടാക്കിയിട്ടില്ല, പരിഗണിച്ചിട്ടേ ഇല്ല. അങ്ങനെ പരിഗണിക്കാതിരിക്കുമ്പോൾ ആണ് അഹങ്കാര നാശം സംഭവിക്കുന്നത്. അപ്പൊ ആത്മാവിലുള്ള ശ്രദ്ധയെയാണ് നാം വർദ്ധിപ്പിക്കേണ്ടത്. ഈ അഹങ്കാരത്തെ മുറിച്ച് കളയണം, വെട്ടിക്കളയണം. ഇല്ല ഇല്ല എന്ന് പറഞ്ഞാൽ അവനുണ്ടോ? പോകുന്നു. ഞാനില്ല എന്ന് എത്ര പ്രാവശ്യം പറഞ്ഞാലും അവർ ഇല്ല എന്ന് പറയുന്നോടാ. നീ ഇല്ലെന്ന് പറയുന്ന ഞാനുണ്ട്. ഈ ഇല്ല എന്ന് പറയുന്നവൻ ആരെന്ന് ചോദിച്ചാൽ ഉടനെ ഞാനെന്ന് പറയും. അപ്പൊ അവനെ എങ്ങനെയാണ് നശിപ്പിക്കുക? അത് ആത്മപ്രകടനമാണ്, ബ്രഹ്മമാണ് ഈ ഞാൻ എന്നുള്ള ഭാവത്തിൽ പ്രകടമാവുന്നത് എന്നറിഞ്ഞാൽ മതി. ഉനൈ കരയ നില്ലന്നൻ. പലരും പല മാർഗങ്ങളുമാണ് ഈ അഹങ്കാരത്തെ നശിപ്പിക്കാൻ അല്ലെങ്കിൽ ചിത്തവൃത്തികളെ ഉപശമിപ്പിക്കാൻ സ്വീകരിക്കുന്നത്. അങ്ങനെ തന്നെ ഇരിക്കൂ, അതേ സ്റ്റേജിലിരിക്കൂ, കുറച്ചുകൂടെ ശാന്തനാകൂ. ഇപ്പൊ നല്ല ശാന്തമായ ഒരു സ്ഥിതിയില്ലേ, അതിൽ തന്നെ നിൽക്കൂ എന്നൊക്കെ പലരും ശിഷ്യന്മാരെ ഉപദേശിക്കും. പക്ഷേ അതൊന്നും നിരന്തരമായ സ്ഥിതിയല്ല. അതൊക്കെ ഒരു പളുങ്കുപാത്രം പോലെയാണ്, പെട്ടെന്ന് തകർന്നു പോകും. നമ്മുടെ മനസ്സിന് നല്ല ഏകാഗ്രത കിട്ടി, നമ്മൾ ഏതാണ്ട് ആത്മാവിൻ്റെ അടുത്തെത്തി എന്ന് വരെ തോന്നും. അപ്പോഴായിരിക്കും മനസ്സ് വീണ്ടും അസ്വസ്ഥമാകും. ഈ മനസ്സ് തന്നെ നമ്മെ പറ്റിക്കുന്നതാണ്. പിടികിട്ടിപ്പോയി എന്നൊക്കെ തോന്നും, കിട്ടിയിട്ടില്ല. കതറ്റൽ എന്ന് പറഞ്ഞാൽ കതറൽ. ഈ ആചാര്യനും ശാസ്ത്രങ്ങളും
അങ്ങനെ തന്നെ നിൽക്കൂ, ആത്മാവിൽ പ്രതിഷ്ഠിതനായി നിൽക്കൂ, മറ്റൊന്നിനെയും ചിന്തിക്കരുത്. ഇതൊക്കെ ഗീതയിൽ കൃഷ്ണനും പറഞ്ഞതാണ്. നകിഞ്ചിതപി ചിന്തയേത്, ആ സത്യത്തിൽ മനസ്സിനെ ഏകാഗ്രപ്പെടുത്തി നിർത്തിയിട്ട് മറ്റൊന്നിനെയും കുറിച്ച് ചിന്തിക്കരുത്. ഈ പറയുന്നത് കേട്ടാൽ തോന്നി ഈ മനസ്സ് നമ്മുടെ വരുതിയിലാണെന്നും നമ്മൾ പറയുന്നത് പോലെയൊക്കെ കേൾക്കുമെന്നും. ശീലിക്കാം, അഭ്യസിക്കാം, അതൊരു സാധനയുടെ ഭാഗമാണ്. നമ്മൾ അതിനെ മോശമാക്കി പറയുകയല്ല. പക്ഷെ എത്ര പേർക്ക് സാധിക്കും, അതും കൂടെ നമ്മൾ ആലോചിക്കണ്ടേ. നകിഞ്ചിതപി ചിന്തയേത്, മറ്റൊന്നിനെ കുറിച്ചും ചിന്തിക്കരുത് എന്ന് പറയുമ്പോൾ എത്ര പേർക്ക് അതിന് കഴിയും? അപ്പോൾ ആചാര്യന്മാരും ശാസ്ത്രങ്ങളും ഇങ്ങനെ വിളിച്ചു കൂവിയാലും, എങ്ങനെ വിളിച്ചു കൂവിയാലും അങ്ങനെ തന്നെ നിൽക്കൂ, ഒന്നിനെയും ചിന്തിക്കരുത്, മനസ്സ് ശാന്തമാകട്ടെ, അതിന്റെ ഉറവിടത്തിലേക്ക് ഒടുങ്ങട്ടെ, ഇതൊക്കെ പറയാം. പലതും പറഞ്ഞാലും ആ പറച്ചിലൊക്കെ എന്താ? വിപ്പിരട്ടം. വിപ്പിരട്ടം എന്ന് പറഞ്ഞാൽ നിഷ്ഫലം, നിഷ്പ്രയോജനം, കാര്യമായ ഒരു പ്രയോജനവും ഇല്ല. ആചാര്യൻ അവിടെ നിന്ന് അങ്ങനെ തന്നെ നിൽക്കൂ, അങ്ങനെ തന്നെ നിൽക്കൂ എന്ന് പറയുമ്പോൾ ഉള്ളിൽ ഇളക്കം തുടങ്ങും. ഇളക്കം തുടങ്ങി അതൊരു വലിയ സ്ഫോടനമായി അത് പൊട്ടിത്തെറിച്ച് ലോകം മുഴുവൻ വ്യാപിക്കും. ഈ സങ്കല്പം എന്ന് പറയുന്നത് എന്താ? നമ്മുടെ പിടിയിൽ ഒതുങ്ങുന്നതാണോ? അപ്പൊ അതൊക്കെ എന്താ? നിഷ്പ്രയോജനം. ഈ അഹങ്കാരത്തിന്റെ പ്രാധാന്യം കുറച്ച് കുറച്ച് കൊണ്ടുവരികയാണ് ശരിയായ സാധന. എന്ത് സാധന ചെയ്യുമ്പോഴും നമ്മൾ വളരെ ജാഗ്രതയോടുകൂടി ഇരിക്കണം. എന്ത് പറ്റുമെന്നറിയാമോ? സാധനയുടെ ലക്ഷ്യം തന്നെ അഹങ്കാരത്തെ തേച്ച് മായ്ച്ച് കളയുക എന്നുള്ളതാണ്. പക്ഷേ ഈ സാധനയെ ചെയ്ത് വരുമ്പോൾ ഈ സാധനയിൽ നമുക്കൊരു അഹങ്കാരം തോന്നും. ഞാൻ ഇതൊക്കെ ചെയ്യുന്നവനാണ്. ചിലർ പറയും ദിവസേന ഭാഗവതം അല്ലെങ്കിൽ ഭഗവത്ഗീത പാരായണം ചെയ്യാറുണ്ട്. എന്ത് വന്നാലും ശരി, രാവിലെ കുളിച്ചു കഴിഞ്ഞാൽ ഒരധ്യായമെങ്കിലും അത് നിർബന്ധമാണ് എനിക്ക് എന്നൊക്കെ പറയും. ഓഹോ, അപ്പൊ നിങ്ങൾക്ക് നിർബന്ധമാണല്ലേ? ഈ നിർബന്ധം ഇല്ലാതാക്കാനല്ലേ ഈ സാധന? ഞാനെന്നുള്ള ഭാവത്തെ പൊടിച്ചു കളയാനാണ് ഈ സാധന. സാധനയിൽ ഒരു അഭിമാനം, അതിലൊരു അഹങ്കാരം, വലിയ കുഴപ്പമാണ്. വളരെ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഈ അഹങ്കാരം പല രൂപത്തിലും വന്ന് നമ്മ കടന്നു പിടിക്കും. അപ്പൊ ഇതൊക്കെ നിഷ്പ്രയോജനമാണ്. മന്ദിരട്ടം, മന്ത്രം കൊണ്ടുള്ള കളി. ഇനി ഈ മനസ്സിന്റെ ഏകാഗ്രതയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ അഹങ്കാരത്തെ നശിപ്പിക്കാൻ വേണ്ടി ഇന്ന മന്ത്രം ഇത്ര ആവൃത്തി ഉച്ചരിക്കൂ, മനസ്സടങ്ങുന്നോന്ന് കാണാം എന്ന് വെച്ച് മന്ത്രസാധന മോശമെന്നോ അതുകൊണ്ട് പ്രയോജനമില്ല ഇല്ലെന്നോ ഒന്നുമല്ല അർത്ഥം. സാധാരണക്കാർക്ക് എന്താ പറ്റുന്നത്? ബാലകൃഷ്ണൻ നായർ സാറ് ഏതെങ്കിലും മന്ത്രം ജപിക്കാൻ പറഞ്ഞിട്ടുണ്ടോ? എൻ്റെ അറിവിലില്ല. നിങ്ങൾ സാധാരണ പോലെ ഇഡലിയും ദോശയും ഒക്കെ ഉണ്ടാക്കി കഴിക്കും അടുക്കളയിൽ. പക്ഷെ ഒരു കാര്യം, ഗ്യാസ് അടുപ്പും ബ്രഹ്മം, ഇഡലിയും ദോശയും ബ്രഹ്മം, പാത്രങ്ങളും ബ്രഹ്മം, ചമ്മന്തി അരയ്ക്കാൻ ഉപയോഗിക്കുന്ന അമ്മിക്കല്ല്, കുഴവി, ഇതെല്ലാം ബ്രഹ്മം എന്നുള്ള ഭാവനയോടുകൂടെ, ആ ഒരു ദിവ്യമായ ഭാവത്തോടുകൂടെ ദോശയുണ്ടാക്കി കഴിക്കൂ. ഉപവാസം ഇരിക്കൂ എന്നല്ല പറഞ്ഞത്, കഴിക്കൂ. എന്നിട്ട് സാർ തമാശയ്ക്ക് പറയും, അങ്ങനെ കഴിച്ചാൽ നിങ്ങൾ കഴിക്കുന്ന ഇഡലിയുടെയും ചമ്മന്തിയുടെയും സ്വാദ് കൂടും. ആ ഭാവനയ്ക്ക് വലിയ സ്വാധീനമാണുള്ളത്. കാരണം മനസ്സിന്റെ ഈ വൃത്തി, മനസ്സ് ചെതറിപ്പോകുന്നത് പലത് സത്യമെന്ന് കരുതുന്നത് കൊണ്ടാണ്. ഈ ഞാനിന് പ്രാധാന്യം വരുന്നത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, അഹങ്കാരം എന്തുകൊണ്ട് വീണ്ടും വീണ്ടും അതിൻ്റെ തല പൊന്തിക്കുന്നു എന്ന് ചോദിച്ചാൽ, നാം അതിനൊരു സത്യത്വം കൊടുത്തിരിക്കുന്നു. ആ സത്യത്വം കൊടുക്കുന്ന ഏർപ്പാട് നിർത്തൂ. എങ്ങനെ നിർത്തും? അത് സ്വതന്ത്രമായ ഒരു ഉണ്മയല്ല, ആത്മാവിന്റെ പ്രകടനമാണ്. ആ അഹങ്കാരം ഉണ്ടെങ്കിൽ അത് ആത്മാവാണ് എന്ന് ഭാവന ചെയ്യൂ. ഈ അഹങ്കാരത്തിന്റെ ശക്തി നാൾക്ക് നാൾ കുറഞ്ഞു വരും. അതിന്റെ സ്വാധീന വലയത്തിൽ നിന്ന് നമ്മൾ അത്ഭുതകരമാം വണ്ണം രക്ഷപ്പെടും അധിക ദിനങ്ങൾ കഴിയുന്നതിന് മുൻപ്. പക്ഷേ അതൊന്നും ആരും അംഗീകരിക്കുന്നില്ല. വിപ്പിരട്ടം, മന്ദിരട്ടം, മന്ത്രം കൊണ്ടുള്ള കളി, അത് ജപിക്കൂ ഇത് ജപിക്കൂ എന്നൊക്കെ ആചാര്യന്മാർ പറയുന്നു. അതൊന്നും കാര്യമായ പ്രയോജനം ഉണ്ടാക്കുന്നില്ല. വേലയിലെ പോട്ടശുരൈ, വേല എന്ന് പറഞ്ഞാൽ കടൽ, കടലിൽ എറിഞ്ഞ ചുരക്കായ, ചുരക്ക എന്ന് പറയുമല്ലോ നമ്മൾ, അത് ഉണങ്ങിക്കഴിഞ്ഞ വെള്ളരിക്ക പോലെ ഇതാണ്. ഉണങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ തോട് നല്ല ഹാർഡാവും. ഭിക്ഷാപാത്രമായിട്ടൊക്കെ ഈ ചുരക്ക തോട്, ചുരക്കുടുക്ക എന്നൊക്കെയാണ് നമ്മൾ പറയുന്നത്. അതാണ് ഈ സന്യാസിമാരൊക്കെ ഉപയോഗിക്കുന്നത് എന്നാണ്. കടലിൽ എറിഞ്ഞ ചുരക്ക പോലെ, കടലിൽ എന്തിനെ എറിഞ്ഞാലും കുറച്ച് സമയത്തിനുള്ളിൽ അത് കരയിൽ വന്നണയും.
കടൽ ഒന്നിനെയും തന്നിൽ വെക്കില്ല. അത് കടലിന്റെ ഒരു സ്വഭാവമാണ്. ഭാഗവതത്തിലെ അവധൂതൻ പറയുന്നത് ഈ കാര്യം കടലിൽ നിന്ന് പഠിച്ചു എന്നാണ്. ഏത് കാര്യം? ഒന്നും എന്റേതാണ് എന്ന് ഞാൻ വിചാരിക്കില്ല. കാരണം കടലിൽ എറിഞ്ഞ വസ്തു കരയിലേക്ക് തന്നെ തിരിച്ചു പോരും. ഒരാള് കടലിന്റെ ഉള്ളിൽ ചെന്നു, മുങ്ങി മരിച്ചു. കുറച്ചു സമയത്തിനകം അയാളുടെ ശവം കരയ്ക്കടിയും. കടല് ഒന്നിനെയും തന്റേതാക്കി നിലനിർത്തില്ല. അതുകൊണ്ടാണ് അതിന് ഗാംഭീര്യം, അതുകൊണ്ടാണ് അതിന് മഹത്വം. അതുപോലെ മഹത്വവും ഗാംഭീര്യവും ആർജിക്കാൻ ഒന്നും തന്റേതാണ് എന്ന് ചിന്തിക്കരുത്. ഈ പാഠം കടലിൽ നിന്ന് പഠിച്ചു എന്നാണ് അവധൂതൻ ഭാഗവത്തിൽ പറയുന്നത്. അതാണ് വേലയിലെ പോട്ട ചുരൈ. ചുരൈ എന്ന് പറഞ്ഞാൽ ചുരയ്ക്ക. കടലിൽ എറിഞ്ഞ ചുരയ്ക്ക എന്താ? കടലിൽ പോയതുപോലെ തോന്നും, നമ്മൾ പോണതിന് മുമ്പേ അവൻ കരയ്ക്കടി. ഇതുപോലെ മന്ത്രം ജപിക്കുമ്പോ മനസ്സ് നല്ലതുപോലെ ഉപശമിച്ചു. അഹങ്കാരമൊന്നുമില്ല, മനസ്സിന് നല്ല ശാന്തി, നല്ല കുളിർമ. എനിക്ക് തോന്നുന്നത് ഒരു 2 ആഴ്ച കൊണ്ട് ഞാനൊരു ജ്ഞാനിയായി മാറും എന്നൊക്കെ തോന്നിപ്പോവും മനുഷ്യന്. മനസ്സിന്റെ വിഭ്രമമാണ്. കടലിൽ എറിഞ്ഞ ചുരയ്ക്ക വീണ്ടും കരയിലേക്ക് വരില്ലേ? മന്ത്രജപം കഴിഞ്ഞ് അല്ലെങ്കിൽ ധ്യാന പരിശീലനം കഴിഞ്ഞ് മുറിക്ക് പുറത്തിറങ്ങുമ്പോ പഴയ സാധനങ്ങൾ മുഴുവൻ അതുപോലെ അല്പം പോലും കുറയാതെ ഉള്ളിൽ പൊന്തി വരും. അപ്പൊ ഈ ശാശ്വതമായ പരിഹാരം നമ്മൾ എങ്ങനെയാ നേടുക? ഒക്കെ ആത്മമയം അല്ലെങ്കിൽ ആത്മപ്രകടനം. എന്ത് വന്നാലും അത് ഭഗവാനാണെന്ന് തീരുമാനിക്കുക. കാമമാണോ വരുന്നത്? ഭഗവാനെ കൊള്ളാം, അങ്ങ് കാമത്തിന്റെ രൂപത്തിലാണ് ഇന്ന് എൻ്റെ ഉള്ളിൽ വരാൻ തീരുമാനിച്ചിരിക്കുന്നത്, വെരി ഗുഡ് എന്ന് പറയണം. കാമം നിൽക്കില്ല, ഭഗവാൻ മാത്രമേ നിൽക്കൂ. ഇതുപോലെ ക്രോധം, അസൂയ, അഹങ്കാരം എന്തു തന്നെയായാലും ഒക്കെ ആത്മപ്രകടനം, ഒക്കെ ആത്മപ്രകടനം എന്ന് സദാ ചിന്തിച്ചു കൊണ്ടിരുന്നാൽ ഈ ചിത്തവൃത്തികളുടെ ശക്തി കുറഞ്ഞു പോകും. അങ്ങനെ മാത്രമേ ഈ മനസ്സിനെ നമുക്ക് നിയന്ത്രണത്തിൽ കൊണ്ടുവരാൻ പറ്റൂ. വേലയിലെ പോട്ടശുരൈ ചെപ്പടിത്തൻ. ചെപ്പടിത്തൻ എന്ന് പറഞ്ഞാൽ ചെപ്പടി വിദ്യ, മാജിക്, ഇന്ദ്രജാലം, കൺകെട്ട് എന്നൊക്കെ നമ്മൾ പറയാറില്ലേ? ഇതൊക്കെ ഒരുതരം കൺകെട്ടാണ്. ഏത്? ഈ മനസ്സിനെ നിയന്ത്രിക്കാനുള്ള ടെക്നിക്കുകൾ. അങ്ങനെ ഒന്നും അടങ്ങി തരില്ല. അത്ര പെട്ടെന്നൊന്നും ഈ മനസ്സിനെ പിടിച്ചു നിർത്താമെന്ന് ആരും കരുതണ്ട. ഈ പല ഉപായങ്ങളും നമുക്ക് ചന്തയിൽ ലഭ്യമാണ്, മാർക്കറ്റിൽ ലഭ്യമാണ്. പല പല ആ സാധന, ഈ സാധന, മറ്റേ സ്വാമി, മറിച്ച സ്വാമി, പുതിയ ടെക്നിക്ക്, ആ യോഗം, ഈ യോഗം എന്നൊക്കെ പറഞ്ഞ് പല സാധനങ്ങൾ ഓരോ ദിവസവും പുറത്തിറങ്ങുന്നുണ്ട്. അതൊന്നും കാര്യമായ പ്രയോജനം ചെയ്യാൻ പോകുന്നില്ല. ഈ അദ്വൈത സത്യത്തെ എല്ലായിടത്തും അകത്തും പുറത്തും ദർശിക്കുക, അത് മാത്രമാണ് ഏക വഴി. ഇനി ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഇവരൊക്കെ എന്താ ചെയ്യുന്നത്? ജ്ഞാനശിറൈ. ചിറൈ എന്ന് പറഞ്ഞാൽ കാരാഗ്രഹം, ജയിൽ എന്നാണ് തമിഴിലർത്ഥം. ഇങ്ങനെയൊക്കെ പറയുന്ന ആചാര്യന്മാർ ജ്ഞാനത്തെ ജയിലിലിടുകയാണ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ എന്താ? അതിനെ വളരെ പരിമിതമാക്കി അതിനൊരു സ്വതന്ത്രമായി വികസിക്കാനുള്ള എല്ലാ മാർഗങ്ങളും അവർ സീൽ ചെയ്യുന്നു. ജ്ഞാനം അനന്തമായി വികസിക്കണം, എന്നാലേ പ്രയോജനമുള്ളൂ. സർവം ഈശ്വരമയം എന്ന് വികസിക്കുന്നതിന് പകരം ഇവരെന്തെങ്കിലുമൊക്കെ മാർഗം പറഞ്ഞ് അത് ചെയ്യൂ, ഇത് ചെയ്യൂ, ഇത്ര നേരം ചെയ്യൂ എന്നൊക്കെ പറഞ്ഞ് ഇവർ ഈ ജ്ഞാനത്തെ ജയിലിലടക്കുകയാണ് ചെയ്യുന്നത്. ഏത്? സോക്കാൾഡ് ആചാര്യന്മാർ, ഗുരുക്കന്മാർ എന്നൊക്കെ പറഞ്ഞു നടക്കുന്നവർ. സാക്ഷാത് സദ്ഗുരു തൻ്റെ ശിഷ്യന് ചെയ്യേണ്ട ഉപദേശം അവനിൽ ജ്ഞാനം ഉദിപ്പിക്കുന്നതായിരിക്കണം. എന്താണ് ജ്ഞാനം? എല്ലാം ഒന്ന്, ഒന്നിന്റെ പ്രകടനമാണ് ഈ കാണുന്നതെല്ലാം. ഇതാണ് ജ്ഞാനം. അപ്പോൾ ആ നേരായ വഴി പറഞ്ഞു കൊടുക്കാതെ നീ അത് ചെയ്യൂ, ഇത് ചെയ്യൂ, വേറൊന്ന് ചെയ്യൂ, ഇങ്ങനെയൊക്കെ പറയുന്നത് അത് ശരിയായ മാർഗമല്ല. അതൊന്നും കാര്യമായ ഫലം നൽകുകയില്ല. അപ്പോൾ ഉള്ളിൽ ജ്ഞാനം ഉദിപ്പിക്കുന്നതായിരിക്കണം സദ്ഗുരുവിന്റെ ഉപദേശം. അവന്റെ സ്മൃതി വിസ്മൃതികളായ സകല കേവല ഭാവമാകുന്ന ജീവനിലയെ ബോധിപ്പിച്ച് പിന്നീട് അരുൾ സഹായത്താൽ ജീവബോധം അകറ്റി അവനെ അരുൾമയനാക്കണം. സ്മരണം വിസ്മരണം. ഇപ്പൊ നമുക്ക് എല്ലാം ഈശ്വരമയം എന്ന് കാണാൻ പറ്റും. പക്ഷെ കുറച്ചു നേരം കഴിയുമ്പോൾ ആ കഴിവ് നഷ്ടപ്പെടും. നമ്മൾ വീണ്ടും ഈ മായയിൽ കുടുങ്ങിപ്പോകും. അതുകൊണ്ട് അതിനെയൊക്കെ മാറ്റിയിട്ട് ഈ ജീവൻ എന്താണ്, ഈ കാണുന്നവൻ ആരാണ്, അത് ആത്മാവിൻ്റെ പ്രകടനമാണ്. ആ ജീവന് ചിലപ്പോൾ
സ്മരണയുണ്ടാകാം, ചിലപ്പോൾ വിസ്മരണവും ഉണ്ടാകാം. സാരമില്ല കുഞ്ഞെ, നീ അപ്പോഴും ആത്മാവായി തന്നെ നിൽക്കുന്നു എന്നുള്ള സത്യം ബോധിപ്പിച്ച് ആ ജീവനെ അരുൾമയനാക്കി തീർക്കണം. എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ അനുഗ്രഹത്തിന് പാത്രീഭൂതനാക്കണം. ആ അരുൾ നിലയിൽ നിന്ന് അവനെ ജീവബോധം തെല്ലുമില്ലാത്ത ശുദ്ധബോധത്തിൽ പ്രവേശിപ്പിച്ച് മുക്തി നിലയിൽ ഇരുത്തുകയാണ് പരമാചാര്യന്റെ കൃത്യം. മോക്ഷത്തിൽ കൊണ്ടുചെന്ന് ഇരുത്തണം ഈ ശിഷ്യനെ. അത് കൊണ്ടുചെന്ന് ഇരുത്താൻ പറ്റിയില്ലെങ്കിലും അതിൻ്റെ പടിവാതിൽക്കൽ വരെയെങ്കിലും കൊണ്ടുചെന്നെത്തിക്കണം. അതിന് കഴിവുള്ളവനായിരിക്കണം ഒരാചാര്യൻ, ഒരു ഗുരു, ഒരു സത്യദർശി. അങ്ങനെ ചെയ്യാതെ അവനെ അവന്റെ ജീവബോധത്തിൽ നിന്ന് അകലുവാൻ യത്നിക്കാതെ നീ അങ്ങനെ ചെയ്യൂ ഇങ്ങനെ ചെയ്യൂ എന്ന ചേഷ്ടകളെ, അതായത് ചര്യാദി അനുഷ്ഠാനങ്ങളെ, ചര്യ എന്നുള്ളത് ഇതിലുള്ള ഒരു സാധനാമാർഗമാണ് ശൈവ സിദ്ധാന്തത്തിൽ. അത് ചെയ്യൂ ഇത് ചെയ്യൂ എന്നൊക്കെ പറഞ്ഞ് ആ ചര്യാദി അനുഷ്ഠാനങ്ങളെ മേൽക്കുമേൽ നടത്തിച്ചു കൊണ്ടിരുന്നാൽ ആ വക ചേഷ്ടകൾ കേവലം വിഭ്രഷ്ടമത്രേ. അത് കാര്യമായ പ്രയോജനം ശിഷ്യനിൽ ഉണ്ടാക്കില്ല. കൂടാതെ ആ വക ചേഷ്ടകൾ മന്ത്രവാദ സിദ്ധി പോലെ വെറും ജീവബോധം നിറയുന്ന കൃത്യങ്ങളായും, അപ്പോഴൊക്കെ അയാളുടെ ഉള്ളിൽ ആ ജീവബോധം സജീവമായിട്ടുണ്ട്, അതിനെ ഇല്ലാതെയാക്കണം. അതാണ് ജ്ഞാനത്തിൽ എത്താനുള്ള മാർഗം. അതൊട്ട് പറഞ്ഞു കൊടുക്കുന്നുമില്ല ഈ ആചാര്യൻ. വേറെ എന്തെങ്കിലുമൊക്കെ ഈ ജീവബോധത്തെ വെച്ചുകൊണ്ടാണ് പലതും ചെയ്യാൻ പറയുന്നത്. അതെങ്ങനെ ജീവബോധത്തെ ഇല്ലാതെയാക്കും? അതൊക്കെ മന്ത്രവാദ സിദ്ധി പോലെ. മന്ത്രവാദം, ഒരാൾക്ക് ഒരു സിദ്ധി ഉണ്ടാകാൻ ഇന്ന സാധനങ്ങൾ ചെയ്യൂ എന്ന് പറയുമ്പോൾ അയാൾ പല മന്ത്രങ്ങളും ജപിച്ച് ആ അഹങ്കാരത്തെ വെച്ചുകൊണ്ട് സിദ്ധനായിത്തീരുന്നത് പോലെയുള്ളൂ. അയാൾക്ക് ജ്ഞാനം കിട്ടില്ല എന്നാണ്. കടലിൽ എറിയപ്പെട്ട ഒരു ചുരക്കുടുക്ക ഒരു തുറയിലും അണയാൻ തരമില്ലാതെ തിരയടിയേറ്റ് അലയുന്നത് പോലെയും അങ്ങോട്ടും ഇങ്ങോട്ടും പൊന്തി ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കും തിരമാലകളിൽപ്പെട്ട്. അതിന് ഒരു സ്ഥിരത ഉണ്ടാവില്ല. അവസാനം തുടങ്ങിയിടത്ത് തന്നെ വന്ന് നിൽക്കുകയും ചെയ്യും. എന്ന് പറഞ്ഞാൽ കരയിൽ വന്ന് അണയുകയും ചെയ്യും. സാധന ചെയ്ത് ഇപ്പൊ എവിടെ എത്തി? തുടങ്ങിയിടത്തെത്തി. ഇതിനാണോ സാധന ചെയ്തത്? തുടങ്ങിയിടത്തെത്താനോ? ഒരിഞ്ച് മുമ്പോട്ട് പോകുന്നില്ല. അതാണ് ദയനീയമായ ഒരവസ്ഥ. അതുണ്ടാവരുത്. അണയാൻ തരമില്ലാതെ തിരയടിയേറ്റ് അലയുന്നത് പോലെയും ജീവബോധത്തിൽ തന്നെ അലയുവാൻ പ്രേരകമായി ഭവിക്കുന്നതേ ഉള്ളൂ. ഇയാൾ ഒരു വ്യക്തി എന്ത് സാധന ചെയ്താലും അയാളുടെ അഹങ്കാരത്തെ വെച്ചുകൊണ്ടാണ്. ആ അഹങ്കാരത്തെ ഇല്ലാതാക്കാനുള്ള മാർഗം ആരും ഉപദേശിച്ചു കൊടുക്കുന്നില്ല. അതുകൊണ്ടാണ് കാര്യമായ പ്രയോജനം ഉണ്ടാകാത്തത്. മേലും ജാലവിദ്യാ നാടകം പോലെ അനുഭവിക്കുന്നതിനാൽ ആ മാതിരി ചര്യാദി അനുഷ്ഠാനങ്ങളിൽ മുഴുകിക്കഴിയുവാൻ അവനെ നിയോഗിച്ചാൽ ആ വക ഉപദേശങ്ങൾ ജ്ഞാനലാഭത്തിന് ഒട്ടും സഹായകമാകുന്നില്ലെന്ന് മാത്രമല്ല, അവ അവന് ജ്ഞാന തടസ്സമായും മാത്രമേ ഭവിക്കുകയുമുള്ളൂ. അയാളെ ജ്ഞാനത്തിൽ നിന്ന് അകറ്റിക്കൊണ്ടുപോകും. ഈ ശരിയായ ജ്ഞാനത്തിൻ്റെ മാർഗം പറഞ്ഞു കൊടുക്കാതെ വേറെന്തെങ്കിലും ഒക്കെ പറഞ്ഞു കൊടുത്താൽ അത് ജ്ഞാനത്തിൽ നിന്ന് അയാൾ കൂടുതൽ അകന്നു പോകാൻ മാത്രമേ പ്രയോജനപ്പെടൂ. തുടർന്നുള്ള പദ്യങ്ങൾ നമുക്ക് നാളെ വായിക്കാം. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം.